ഹലോ ഓൾ, പി കെ ലേണിങ്സിൻ്റെ മറ്റൊരു SCERT ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരി. ഇന്ത്യൻ ജോഗ്രഫിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ്, ഭൂപ്രകൃതി വിഭാഗങ്ങളെപ്പറ്റി, ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ പെനിൻസുലാർ പ്ലേറ്റ്യൂസിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. അതിന് മുന്നത്തെ ക്ലാസ്സുകളിൽ ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, നോർത്തേൺ മൗണ്ടൻസും നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസിനെ പറ്റിയും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉപദ്വീപീയ പീഠഭൂമിയിലേക്ക് കയറിയത്. അപ്പോൾ നമ്മൾ ഉപദ്വീപീയ പീഠഭൂമിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ നമുക്കറിയാം ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രത്യേകതകളെ പറ്റി നമ്മൾ പറഞ്ഞു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും വിസ്തൃതമായതുമായ ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അതിരുകളും അല്ലെങ്കിൽ അതിൻ്റെ ഭൂപ്രകൃതി മറ്റ് സവിശേഷതകളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, അങ്ങനെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭൂപ്രകൃതി സവിശേഷതകളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഭൂപ്രകൃതി അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഡെക്കാൻ പീഠഭൂമിയും മധ്യ ഉന്നത തടവും, ഡെക്കാൻ പ്ലേറ്റ്യൂവും സെൻട്രൽ ഹൈലാൻഡ്സും എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെക്കാൻ പ്ലേറ്റ്യൂസിനെ പറ്റി അല്ലെങ്കിൽ ഡെക്കാൻ പീഠഭൂമിയെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെൻട്രൽ ഹൈലാൻഡ്സിനെ പറ്റി, അതായത് മധ്യ ഉന്നത തടത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് ഉപദ്വീപീയ പീഠഭൂമിയുടെ മറ്റ് ഭൂപ്രകൃതി സവിശേഷതകളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അതോടെ ഏകദേശം ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമുക്ക് ഉപദ്വീപീയ പീഠഭൂമി കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് ഡെക്കാൻ പീഠഭൂമിയെ പറ്റിയാണ്, അല്ലെങ്കിൽ ഡെക്കാൻ പ്ലേറ്റ്യൂസിനെ പറ്റിയാണ് ഈ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ട് ഒരു SCERT ബോക്സ് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കില്ലായിരുന്നു, അതിനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് അതാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് വേറൊന്നുമല്ല, നീലഗിരിയെ പറ്റിയാണ്. നീലഗിരി നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടാണ്. അതായത് നമ്മുടെ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന സ്ഥാനമായിട്ട് നമ്മുടെ കർണാടക, കേരള, തമിഴ്നാട് സ്റ്റേറ്റുകൾ സംഗമിക്കുന്ന അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്ന ഈ പറഞ്ഞ വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്സും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗത്തെ നമ്മൾ നീലഗിരി കുന്നുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നീലഗിരി കുന്നുകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തമിഴ്നാട്, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലയെ അല്ലെങ്കിൽ ഈ സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലയിലെ മലനിരകളെയാണ് നീലഗിരി കുന്നുകൾ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ തമിഴ്നാട്, കേരളം, കർണാടക എന്നീ മൂന്ന് സംസ്ഥാനങ്ങളുടെ ആ ഒരു സംഗമ മേഖലയാണ് നമ്മൾ നീലഗിരി കുന്നുകൾ എന്ന് വിളിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ പശ്ചിമഘട്ട മലനിരകളുടെയും പൂർവ്വഘട്ട മലനിരകളുടെയും സംഗമസ്ഥാനം, ഇത് രണ്ടും ജോയിൻ ചെയ്യുന്നത് ഈ പറയുന്ന നീലഗിരി കുന്നുകളിലാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ തമിഴ്നാട്, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലയിലെ മലനിരകളെയാണ് നീലഗിരി കുന്നുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ പ്രധാനമായും പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായ ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ മലയോര സുഖവാസ കേന്ദ്രങ്ങളാണ് ഊട്ടി, കുനൂർ, കോട്ടഗിരി എന്നിവ. അപ്പോൾ പ്രധാനമായിട്ടും നീലഗിരി കുന്നുകൾ ഏതിൻ്റെ ഭാഗമാണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ അത് സംശയമില്ല, പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമാണ് ഈ നീലഗിരി കുന്നുകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? പ്രധാനമായും പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ്. ഇവിടുത്തെ പ്രധാന മലയോര സുഖവാസ കേന്ദ്രങ്ങളാണ് ഊട്ടി, കുനൂർ, കോട്ടഗിരി എന്നിവ. ഊട്ടി, കുനൂർ, കോട്ടഗിരിയാണ് ഈ നീലഗിരി കുന്നുകൾ അല്ലെങ്കിൽ ആ മലയോര മേഖലയിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഊട്ടി അല്ലെങ്കിൽ ഉദകമണ്ഡലം. കുന്നുകളുടെ രാജ്ഞി എന്നാണ് ഊട്ടിയെ നമ്മൾ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഊട്ടിയുടെ പഴയ പേരാണ് ഉദകമണ്ഡലം. അപ്പോൾ കുന്നുകളുടെ രാജ്ഞി എന്ന് ഏതാണ് എന്ന് നമ്മളോട് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഉദകമണ്ഡലം അല്ലെങ്കിൽ ഊട്ടി എന്ന് പറയുന്നത്. അപ്പോൾ കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഊട്ടി അല്ലെങ്കിൽ ഉദകമണ്ഡലം ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. നമ്മളിവിടുന്ന് സ്ഥിരം പോണതാണ് ഊട്ടി, കൊടൈക്കനാൽ, അങ്ങനെ നമ്മുടെ മലയാളികളും ഒക്കെ സ്ഥിരം വിസിറ്റ് ചെയ്യുന്ന ഒരു പ്രധാന സുഖവാസ കേന്ദ്രമാണ് ഊട്ടി. ഇത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഖവാസ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. എന്താണ് അറിയപ്പെടുന്നത്? കുന്നുകളുടെ രാജ്ഞി എന്നാണ് ഊട്ടിനെ അറിയപ്പെടുന്നത്. അപ്പോൾ മനോഹരവും വിശാലവുമായ പുൽമേടുകളും മിതോഷ്ണ സസ്യജാലങ്ങളും സുഖശീതളമായ കാലാവസ്ഥയും തേയിലത്തോട്ടങ്ങളും വാണിജ്യ പച്ചക്കറി കൃഷിയും
മാലിന്യമുക്തമായ പരിസ്ഥിതിയും നീലഗിരിയെ ആകർഷമാക്കുന്നു. അപ്പോൾ നീലഗിരി കുന്നുകളുടെ ആ ഒരു ഫ്രഷ്നെസ്സിനെ പറ്റി അല്ലെങ്കിൽ നീലഗിരി കുന്നുകളുടെ ആ ഒരു ഭൂപ്രകൃതി സവിശേഷതയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു പോയിന്റിൽ പറഞ്ഞത്. അപ്പോൾ വളരെ മനോഹരമായ അല്ലെങ്കിൽ പരിസ്ഥിതിയോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ഭൂപ്രകൃതി സവിശേഷതയാണ് ഈ നീലഗിരി കുന്നുകൾക്ക് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ജൈവ വൈവിധ്യ സമ്പന്നമായ നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനം. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും വേറൊന്നുമല്ല, ഈ പറയുന്ന നീലഗിരി കുന്നുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷനായ ഡെക്കാൻ പ്ലേറ്റു അല്ലെങ്കിൽ ഡെക്കാൻ പീഠഭൂമിയെ പറ്റിയാണ് നമ്മൾ പഠിച്ച് തീർത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത ഭൂവിഭാഗം അല്ലെങ്കിൽ അടുത്ത ക്ലാസിഫിക്കേഷനിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. അതാണ് മധ്യ ഉന്നത തടം അല്ലെങ്കിൽ സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മധ്യ ഉന്നത തടത്തിലേക്കാണ് നമ്മൾ ഇനി പോകാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം ഉപദ്വീപീയ പീഠഭൂമിയുടെ താഴ്ഭാഗത്ത് അല്ലെങ്കിൽ തെക്ക് ഭാഗത്താണ് ഡെക്കാൻ പ്ലേറ്റു കാണപ്പെടുന്നത്. ഈ പീഠഭൂമിയുടെ മുകൾ ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ മധ്യ ഉന്നത തടം കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അതിരുകളെ പറ്റിയാണ് ആദ്യം പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിരുകളെ പറ്റിയാണ് നോക്കുന്നത്. അതായത് മധ്യ ഉന്നത തടത്തിൻ്റെ ഭൂപ്രകൃതി അതിരുകളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. പടിഞ്ഞാറ് ആരവല്ലി മലനിര, നമുക്ക് മാപ്പ് നോക്കാം. പടിഞ്ഞാറ് ആരവല്ലി മലനിര, കിഴക്ക് രാജ്മഹൽ കുന്നുകൾ, തെക്ക് സത്പുര മലനിര, വടക്ക് ഉത്തര മഹാസമതലം. എന്താണ്? പടിഞ്ഞാറ് ആരവല്ലി മലനിര, കിഴക്ക് രാജ്മഹൽ കുന്നുകൾ, തെക്ക് സത്പുര മലനിര, വടക്ക് ഉത്തര മഹാസമതലം. അതായത് നമുക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യക്തമാക്കാനുള്ളൊരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ പടിഞ്ഞാറ് എന്താണെന്നാണ് പറഞ്ഞത്? ആരവല്ലി റേഞ്ചസ്. നമുക്കിവിടെ കാണാം ആരവല്ലി റേഞ്ചസ്. ഈ ഒരു റോസ്, ഈ ഒരു പിങ്ക് ഷേപ്പ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ ഒരു പിങ്ക് ഷെയ്ഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ മധ്യ ഉന്നത തടം എന്ന് പറയുന്നത്. ഈ ഒരു നീല ഷെയ്ഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ ഡെക്കാൻ പ്ലേറ്റു അല്ലെങ്കിൽ ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മധ്യ ഉന്നത തടത്തിൻ്റെ അതിരുകളെ പറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പടിഞ്ഞാറ് ആരവല്ലി റേഞ്ചസ്. നിങ്ങൾ ഇവിടെ മാത്രം നോക്കിയാൽ മതി, ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇമേജാണ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഏറ്റവും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് രാജസ്ഥാൻ മരുഭൂമിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു പിങ്ക് ഷെയ്ഡുള്ള ഇത്രയും ഭൂഭാഗം മാത്രം നിങ്ങൾ നോക്കുക. അപ്പോൾ അതിൻ്റെ അതിരുകളാണ് പടിഞ്ഞാറ് ആരവല്ലി റേഞ്ചസ്. ഇതാണ് ആരവല്ലി റേഞ്ചസ്. പടിഞ്ഞാറ് ആരവല്ലി റേഞ്ചസ് ആണ് മധ്യ ഉന്നത തടത്തിൻ്റെ പടിഞ്ഞാറൻ അതിര് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രാജ്മഹൽ ഹിൽസ്, കിഴക്ക് നമ്മൾ എന്താ പറഞ്ഞത്? രാജ്മഹൽ കുന്നുകൾ. കിഴക്ക് മധ്യ ഉന്നത തടത്തിൻ്റെ കിഴക്ക് രാജ്മഹൽ കുന്നുകൾ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ തെക്ക് സത്പുര റേഞ്ചസ്. സത്പുര മലനിരകളാണ് മധ്യ ഉന്നത തടത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്നത്. ഏതാണ്? സത്പുര റേഞ്ചസ്. സത്പുര മലനിരകളാണ് മധ്യ ഉന്നത തടത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ വടക്ക് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? വടക്ക് ഉത്തര മഹാസമതലം. അതായത് ഇത്രയും കാണപ്പെടുന്ന ഈ ഭാഗമാണ് ഉത്തര മഹാസമതലം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ വടക്ക് ഭാഗത്തായിട്ട് ഉത്തര മഹാസമതലമാണ് മധ്യ ഉന്നത തടത്തിൻ്റെ വടക്ക് ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ നമ്മൾ പിക്ചർ കണ്ടു, ഇമേജ് കണ്ടു, മധ്യ ഉന്നത തടത്തിൻ്റെ ആ ഒരു ജോഗ്രഫിക്കൽ പൊസിഷൻ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടു. അപ്പോൾ നമ്മൾ വീണ്ടും അതിരുകൾ ഒന്നുകൂടെ നോക്കുകയാണ്. നമുക്കറിയാം പടിഞ്ഞാറ് ആരവല്ലി മലനിര. പടിഞ്ഞാറ് ആരവല്ലി മലനിരകളാണ് മധ്യ ഉന്നത തടത്തിൻ്റെ പടിഞ്ഞാറൻ അതിര്. കിഴക്കൻ അതിര് ഏതാണ്? രാജ്മഹൽ കുന്നുകൾ. രാജ്മഹൽ കുന്നുകളാണ് മധ്യ ഉന്നത തടത്തിൻ്റെ കിഴക്കൻ അതിര്. അതേപോലെ തന്നെ തെക്ക് നമ്മൾ നോക്കി, ഏതാണ്? സത്പുര റേഞ്ചസ്. സത്പുര മലനിരകളാണ് മധ്യ ഉന്നത തടത്തിൻ്റെ തെക്കൻ അതിര് എന്ന് പറയുന്നത്. വടക്ക് നമ്മൾ നോക്കി, ഏതാണ്? ഇന്ത്യയിലെ മറ്റൊരു ഭൂപ്രകൃതി വിഭാഗമായ ഉത്തര മഹാസമതലമാണ് മധ്യ ഉന്നത തടത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ മധ്യ ഉന്നത തടത്തിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. മധ്യ ഉന്നത തടത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകളാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സത്പുര പർവ്വതനിരയ്ക്ക് വടക്കുള്ള വിശാല പീഠപ്രദേശമാണ് മധ്യ ഉന്നത തടം. സത്പുര പർവ്വതനിരയ്ക്ക് വടക്ക് ഭാഗത്തുള്ളത് നമുക്ക് മധ്യ ഉന്നത തടത്തിൻ്റെ, ഇത് മധ്യ ഉന്നത തടമാണെന്ന് വിചാരിക്കുക. ഈ മധ്യ ഉന്നത തടത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ സത്പുര പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ അതിരുകൾ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു. ഇതാണ് സത്പുര, ഇവിടെയാണ് മധ്യ ഉന്നത തടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റ് എന്താ? സത്പുര പർവ്വതനിരയ്ക്ക് വടക്കുള്ള ഭാഗം, ഇതാണ് സത്പുര പർവ്വതനിര. ഇതിൻ്റെ വടക്ക് ഭാഗത്താണ് മധ്യ ഉന്നത തടം സ്ഥിതി ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. അതേപോലെ തന്നെ ഇവ പടിഞ്ഞാറ് വീതി കൂടുതലും കിഴക്ക് വീതി കുറഞ്ഞതായും കാണപ്പെടുന്നു. അതായത് മധ്യ ഉന്നത തടം
പടിഞ്ഞാറ് വീതി കൂടുതലും കിഴക്ക് വീതി കുറഞ്ഞതായിട്ടും കാണപ്പെടുന്നു. അതേപോലെ തന്നെ മാൾവ പീഠഭൂമി എന്നാണ് മധ്യ ഉന്നത തടം അറിയപ്പെടുന്നത്. മധ്യ ഉന്നത തടത്തിനെ, അതായത് സെൻട്രൽ ഹൈലാൻഡ്സിൻ്റെ മറ്റൊരു പേരാണ് മാൾവ പീഠഭൂമി എന്നത്. അതേപോലെ തന്നെ ഈ പീഠഭൂമിയുടെ കിഴക്കൻ ഭാഗങ്ങൾ പ്രാദേശികമായി ബുന്ദേൽഖണ്ഡ്, ബാഗേൽഖണ്ഡ് എന്നും അറിയപ്പെടുന്നു. നമുക്കറിയാം ഉപദ്വീപീയ പീഠഭൂമി ഒരു ഒറ്റ ഭൂഭാഗമായിട്ടല്ല, പല പല പീഠഭൂമികൾ, തട്ടുതട്ടുകളായിട്ടുള്ള പീഠഭൂമികൾ ചേർന്നാണ് ഉപദ്വീപീയ പീഠഭൂമികൾ രൂപീകൃതമായത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ആ മധ്യ ഉന്നത തടത്തിൽ, ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായ മധ്യ ഉന്നത തടത്തിൽ അതിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന പീഠഭൂമി പ്രദേശങ്ങളെയാണ് നമ്മൾ ബുന്ദേൽഖണ്ഡ് അല്ലെങ്കിൽ ബാഗേൽഖണ്ഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പടിഞ്ഞാറൻ അരികാണ് ആരവല്ലി പർവ്വതം. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. മധ്യ ഉന്നത തടത്തിൻ്റെ പടിഞ്ഞാറൻ അരിക് എന്ന് ചോദിച്ചാൽ ആരവല്ലി പർവ്വതനിരകളാണ്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. സത്പുര പർവ്വതനിരയ്ക്ക് വടക്കുള്ള വിശാലമായ പീഠഭൂമി പ്രദേശമാണ് മധ്യ ഉന്നത തടം. എന്താണ്? സത്പുര പർവ്വതനിരയ്ക്ക് വടക്ക്. ഇവ പടിഞ്ഞാറ് വീതി കൂടുതലും കിഴക്ക് വീതി കുറഞ്ഞതായും കാണപ്പെടുന്നു. പടിഞ്ഞാറ് വീതി കൂടുതലും കിഴക്ക് വീതി കുറഞ്ഞതായിട്ടുമാണ് മധ്യ ഉന്നത തടം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ മാൾവ പീഠഭൂമി എന്നറിയപ്പെടുന്നു. മറ്റൊരു പേരാണ് മധ്യ ഉന്നത തടം അല്ലെങ്കിൽ സെൻട്രൽ ഹൈലാൻഡ്സിൻ്റെ മറ്റൊരു പേരാണ് മാൾവ പ്ലേറ്റു അല്ലെങ്കിൽ മാൾവ പീഠഭൂമി. അതേപോലെ തന്നെ ഈ പീഠഭൂമിയുടെ കിഴക്കൻ ഭാഗങ്ങൾ, ഈസ്റ്റേൺ സൈഡ്, അതായത് ഈ പീഠഭൂമിയുടെ കിഴക്കൻ ഭാഗങ്ങൾ പ്രാദേശികമായി റീജിയണലി ബുന്ദേൽഖണ്ഡ് എന്നും ബാഗേൽഖണ്ഡ് എന്നും അറിയപ്പെടുന്നു. ബുന്ദേൽഖണ്ഡ് എന്നും ബാഗേൽഖണ്ഡ് എന്നും മധ്യ ഉന്നത തടം കിഴക്കൻ ഭാഗങ്ങളിൽ അറിയപ്പെടുന്നു. അതേപോലെ തന്നെ മധ്യ ഉന്നത തടത്തിൻ്റെ പടിഞ്ഞാറൻ അരികെ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആരവല്ലി പർവ്വത നിര. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് പോകാം. ദീർഘകാലമായുള്ള അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച പ്രായം ചെന്ന മടക്കു പർവ്വതങ്ങൾക്ക് അഥവാ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആരവല്ലി നിര. അതായത് റെസിഡുവൽ മൗണ്ടൻസിന് എക്സാമ്പിളാണ് നമ്മുടെ ആരവല്ലി മലനിര എന്ന് പറയുന്നത്. നമുക്ക് അറിയാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മലനിരകളാണ് ആരവല്ലി പർവ്വതനിര. അപ്പോൾ ആ സമയം തൊട്ടുള്ള അല്ലെങ്കിൽ ആ സമയം മുതൽക്കുള്ള അപരദന പ്രക്രിയകൾക്ക് വിധേയമായിട്ട് ഇത് തേയ്മാനം സംഭവിച്ച് പ്രായം ചെന്ന മടക്കു പർവ്വതനിരകളായിട്ടാണ് നമ്മൾ ഇത് ആരവല്ലി പർവ്വതനിര ഇപ്പോഴും കാണപ്പെടുന്നത്. അപ്പോൾ ദീർഘകാലമായുള്ള അപരദന പ്രക്രിയയുടെ ഫലമായി തേയ്മാനം സംഭവിച്ച പ്രായം ചെന്ന മടക്ക് പർവ്വതങ്ങൾക്ക് അല്ലെങ്കിൽ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആരവല്ലി പർവ്വതനിര. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു അവശിഷ്ട പർവ്വതങ്ങൾക്ക്, റെസിഡ്യുവൽ മൗണ്ടൻസിന് ഉദാഹരണമാണ് നമ്മുടെ ആരവല്ലി പർവ്വത നിര. അതേപോലെ തന്നെ മൗണ്ട് അബു മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആരവല്ലിയിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് അബു എന്ന് പറയുന്നത്. അതായത് മധ്യ ഉന്നത തടത്തിലെ അല്ലെങ്കിൽ മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്ന് ചോദിച്ചാൽ ആരവല്ലിയിലെ മൗണ്ട് അബു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്ന് ചോദിച്ചാൽ മൗണ്ട് അബു ആണ്. ഇതാണ് നമ്മുടെ മൗണ്ട് അബുവിൻ്റെ ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് ആരവല്ലി പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മധ്യ ഉന്നത തടം അല്ലെങ്കിൽ മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് നമ്മുടെ മൗണ്ട് അബു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടിയുള്ളത് മധ്യ ഉന്നത തടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. നമുക്കറിയാം ഒരുപാട് മാൾവ പീഠഭൂമി, ബുന്ദേൽഖണ്ഡ്, ബാഗേൽഖണ്ഡ് പീഠഭൂമികൾ, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമികൾ ഇവയൊക്കെ ചേർന്നതാണ് നമ്മുടെ മധ്യ ഉന്നത തടം എന്ന് നമ്മൾ മുന്നേ ക്ലാസ്സുകളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ മധ്യ ഉന്നത തടം അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ തന്നെ ഏറ്റവും സമ്പുഷ്ടമായ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ജോഗ്രഫിക്കൽ റീജിയനാണ് നമ്മുടെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിൻ്റെ ആ ഒരു പ്രത്യേകതകളെ പറ്റിയാണ് ഇനി നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ മധ്യ ഉന്നത തടത്തിൻ്റെ കിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. അതായത് നമ്മുടെ മധ്യ ഉന്നത തടത്തിൻ്റെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ ഈസ്റ്റേൺ സൈഡിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് നമ്മുടെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഓക്കെ, രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എപ്പോഴും അറിയപ്പെടുന്ന അല്ലെങ്കിൽ പ്രസിദ്ധമായിട്ടുള്ളത് ഏറ്റവും സമ്പന്നമായ ധാതു കലവറകൾ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ധാതു സമ്പുഷ്ടമായ ഒരു പീഠഭൂമി പ്രദേശമാണ് നമ്മുടെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. അതാണ് ഇവിടെ പറയുന്നത്. രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം മധ്യ ഉന്നത തടത്തിൻ്റെ ഏറ്റവും കിഴക്കൻ അതിര് എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചു രാജ്മഹൽ കുന്നുകളാണ്. ഈ രാജ്മഹൽ കുന്നുകൾക്ക് തെക്ക് ഭാഗത്തായിട്ടാണ്, നമുക്ക് പിക്ചർ അടുത്ത സ്ലൈഡിലുണ്ട്. അപ്പോൾ ഈ രാജ്മഹൽ കുന്നുകൾക്ക് തെക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഈ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും
സമ്പന്നമായ ധാതു വിഭവ കലവറയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സമ്പുഷ്ടമായ, അല്ലെങ്കിൽ എന്തൊക്കെ ധാതു വിഭാഗങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്നാണ് താഴെ പറയുന്നത്. ഇരുമ്പയിര്, ബോക്സൈറ്റ്, മാംഗനീസ്, ചെമ്പ് തുടങ്ങിയ ലോഹധാതുക്കളും, അതായത് ഇരുമ്പ്, ബോക്സൈറ്റ്, മാംഗനീസ്, ചെമ്പ് തുടങ്ങിയ ലോഹധാതുക്കളും ചുണ്ണാമ്പുകല്ല്, കൽക്കരി തുടങ്ങിയ അലോഹധാതുക്കളും ഈ മേഖലയെ സമ്പന്നമാക്കുന്നു. ചുണ്ണാമ്പ്, കൽക്കരി തുടങ്ങിയ അലോഹധാതുക്കളും ഈ മേഖലയെ സമ്പന്നമാക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് അബണ്ടൻ്റ് ആയിട്ടുള്ള അലോഹ ധാതുക്കൾ ചേർന്ന ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ് നമ്മുടെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്നാണ് നമ്മൾ പറഞ്ഞത്. മധ്യ ഉന്നത തടത്തിൻ്റെ ഏറ്റവും കിഴക്ക് ഭാഗത്തായിട്ട് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി കാണപ്പെടുന്നു. അതേപോലെ തന്നെ രാജ്മഹൽ കുന്നുകൾക്ക് തെക്ക് ഭാഗത്തായിട്ടാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി കാണപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇത്തരം ധാതു വിഭവ സമ്പന്നമായിട്ടുള്ള ഈ പ്രദേശത്ത് ധാതു ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് ഈ പ്രദേശത്തെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഈ ധാതുവിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഖനന പ്രവർത്തനങ്ങളും അതായത് ധാതു അധിഷ്ഠിത വ്യാവസായിക പ്രവർത്തനങ്ങൾക്കും ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ആ ഒരു റീജിയനാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇതാണ് നമ്മുടെ സെൻട്രൽ ഹൈലാൻഡ്സ് അല്ലെങ്കിൽ മധ്യ ഉന്നത തടം എന്ന് പറയുന്നത്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏറ്റവും കിഴക്ക് ഭാഗത്തായിട്ടാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ രാജ്മഹൽ കുന്നുകൾ. ഈ രാജ്മഹൽ കുന്നുകൾക്ക് തെക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി കാണപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും ഈ പറഞ്ഞ ധാതു വിഭവങ്ങളുടെ ആ ഒരു സാന്നിധ്യം കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധാതു സമ്പന്നമായിട്ടുള്ളൊരു പ്രദേശമാണിത്. അതേപോലെ തന്നെ ഈ ധാതു അധിഷ്ഠിത ഖനനങ്ങളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളെന്നും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോക്സാണ് നമ്മളിവിടെ വായിക്കാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കാം. ഉപദ്വീപിന് പുറത്തും പീഠഭൂമിയോ എന്നാണ് ഇതിൻ്റെ ആ ഒരു ഹെഡിങ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മുടെ SCERT ചാപ്റ്റർ പ്രകാരം ഈ പറഞ്ഞ ഉപദ്വീപീയ പീഠഭൂമിയെ പ്രധാനമായിട്ട് രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ഏതൊക്കെയാണ്? മധ്യ ഉന്നത തടമെന്നും ഡെക്കാൻ പ്ലേറ്റു അല്ലെങ്കിൽ ഡെക്കാൻ പീഠഭൂമി എന്നതും. പക്ഷേ നമുക്ക് റെഫർ ചെയ്യാം, PSC റെഫർ ചെയ്യുന്നവർക്ക് അറിയാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ പഠിക്കുന്നവർക്ക് അറിയാൻ വേണ്ടി പറ്റും. വടക്ക് കിഴക്കൻ പീഠഭൂമി എന്നുള്ളൊരു വേർതിരിവും അല്ലെങ്കിൽ വേറൊരു ക്ലാസിഫിക്കേഷനും കൂടി നമ്മൾ മുന്നേ വായിക്കുന്നതാണ്. അതായത് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത് ഈ പീഠഭൂമിയുടെ ഭാഗമായിട്ട് കുറച്ച് പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളെ നമ്മൾ വടക്ക് കിഴക്കൻ പീഠഭൂമി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ അതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. പക്ഷേ നമ്മുടെ SCERTയിൽ ഈ പറഞ്ഞ ഉപദ്വീപീയ പീഠഭൂമിക്ക് ഏറ്റവും പ്രധാനമായും രണ്ട് വേർതിരിവുകൾ മാത്രമാണുള്ളതെന്നാണ് പറയുന്നത്. ഒന്ന് ഡെക്കാൻ പീഠഭൂമിയും ഈ പറഞ്ഞ മധ്യ ഉന്നത തടവും. അപ്പോൾ നമുക്ക് നോക്കാം, ഉപദ്വീപിന് പുറത്തും പീഠഭൂമിയോ. അതെ, രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ കാണപ്പെടുന്ന മാർബിൾ, സ്ലേറ്റ്, നൈസ് തുടങ്ങിയ കായാന്തരിത ശിലാനിർമ്മിത ഭാഗങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് രാജസ്ഥാനിലെ ജയ്സാൽമീറിലാണ് ഈ പറയുന്ന മാർബിള്, സ്ലേറ്റ്, നൈസ് തുടങ്ങിയ മെറ്റമോർഫിക് ശിലാനിർമ്മിത ഭാഗങ്ങൾ, അതായത് കായാന്തരിത ശിലാനിർമ്മിത ഭാഗങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ജയ്സാൽമീറിൽ കാണപ്പെടുന്ന മാർബിള്, സ്ലേറ്റ്, നൈസ് തുടങ്ങിയ കായാന്തരിക ശിലകളാൽ നിർമ്മിതമായിട്ടുള്ള ഒരു ഭാഗം ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയുടെ വടക്ക് കിഴക്കായി വേറിട്ട് നിൽക്കുന്ന മേഘാലയ പീഠഭൂമിയും, അതാണ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞത്. അതായത് ഇന്ത്യയുടെ വടക്ക് കിഴക്കായി വേറിട്ട് നിൽക്കുന്ന മേഘാലയ പീഠഭൂമിയും ഭൗമചലനങ്ങളാൽ പ്രധാന ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും വേർപെട്ടതാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. അതായത് നമ്മുടെ പ്രധാന ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രധാന ഭൂഭാഗങ്ങളിൽ നിന്നും ഭൗമചലനങ്ങളുടെ ഫലമായിട്ട് വേർപെട്ട് നിൽക്കുന്നതാണ് ഈ പറഞ്ഞ വടക്ക് കിഴക്ക് കാണപ്പെടുന്ന മേഘാലയ പീഠഭൂമി എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അതേപോലെ തന്നെ ഗുജറാത്തിലെ കച്ച് കത്തിയവാർ മേഖലയിലെ ശിലാതലപ്പുകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, നമ്മുടെ ജയ്സാൽമീറിൽ കാണപ്പെടുന്ന കായാന്തരിത ശിലാനിർമ്മിത ഭാഗങ്ങൾ കുറച്ച് ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത് കാണപ്പെടുന്ന മേഘാലയ പീഠഭൂമിയും ഈ പറഞ്ഞ ഭൗമ ചലനങ്ങളുടെ ഭാഗമായിട്ട് വേർപെട്ട് നിൽക്കുകയാണെന്നും ഇതും നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഗുജറാത്തിലെ കച്ച് കത്തിയവാർ മേഖലയിൽ കുറച്ച് തലപ്പുകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ മെയിൻ ലാൻഡിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നതും അതേപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ നമ്മൾ മധ്യ ഉന്നത തടവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡെക്കാൻ പീഠഭൂമി എന്തെന്ന് നോക്കി, മധ്യ ഉന്നത തടം എന്തെന്ന് നോക്കി. അപ്പോൾ ഇനി നമ്മൾ കാലാവസ്ഥാ വൈവിധ്യത്തിലേക്കാണ്, അതായത് ഉപദ്വീപീയ പീഠഭൂമിയുടെ കാലാവസ്ഥാ വൈവിധ്യം എന്ത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഏത് കാലാവസ്ഥ? ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ നമുക്ക് കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏറ്റവും കൂടുതൽ ഭാഗവും നമ്മുടെ ഉഷ്ണമേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ അനുഭവപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, ഉഷ്ണമേഖലയിലെ സ്ഥാനം. നമ്മൾ പറഞ്ഞു ഉഷ്ണമേഖലയിലെ സ്ഥാനം, അതായത് ഇന്ത്യ കംപ്ലീറ്റ്ലി ഒരു കാലാവസ്ഥാ മേഖലയിലല്ല കിടക്കുന്നത്. ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ ഭാഗങ്ങൾ മിതോഷ്ണ മേഖലയിലും ദക്ഷിണേന്ത്യൻ ഭാഗങ്ങൾ ഉഷ്ണമേഖലയിലുമാണ് കിടക്കുന്നത് അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് നമ്മൾ മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ സ്ഥാനം വെച്ച് അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയുടെ ആ ഒരു ലൊക്കേഷൻ വെച്ച് ഈ പറഞ്ഞ ദക്ഷിണേന്ത്യയോട് ചേർന്നാണ് ഉപദ്വീപീയ പീഠഭൂമി ഈ പറഞ്ഞ ദക്ഷിണേന്ത്യയോട് ചേർന്നാണ് അല്ലെങ്കിൽ ഉഷ്ണമേഖലയിലാണ് ഈ പറയുന്ന ഉപദ്വീപീയ പീഠഭൂമി കാണപ്പെടുന്നത്. അപ്പോൾ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഉഷ്ണമേഖലയിലെ സ്ഥാനം, ഉപദ്വീപിൻ്റെ സവിശേഷ ആകൃതി, സമുദ്രത്തിൽ നിന്നുള്ള അകലം, പർവ്വതനിരകളുടെ കിടപ്പ്, മൺസൂൺ കാറ്റിൻ്റെ ഗതി. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു വയ്ക്കുക. ഏതൊക്കെയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? ഉഷ്ണമേഖലയിലെ സ്ഥാനം, ഉപദ്വീപിൻ്റെ സവിശേഷ ആകൃതി, സമുദ്രത്തിൽ നിന്നുള്ള അകലം, പർവ്വതനിരകളുടെ കിടപ്പ്, മൺസൂൺ കാറ്റുകളുടെ ഗതി. ഇത്രയും ഘടകങ്ങളാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പർവ്വത മേഖലകൾ ഒഴിച്ചു നിർത്തിയാൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണകാലത്തെ ശരാശരി താപം 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും. അപ്പോൾ പർവ്വത മേഖലകളിൽ ഒഴിച്ചു നിർത്തിയാൽ ഉഷ്ണകാലത്തെ ശരാശരി താപം, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉഷ്ണകാലത്തെ ശരാശരി താപം എത്രയെന്ന് ചോദിച്ചാൽ 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. 30 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉഷ്ണകാലത്തെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ശരാശരി താപനില എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മാർച്ച് മാസത്തിൽ ഡെക്കാൻ പീഠഭൂമിയിലെ താപനില സാധാരണ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. മാർച്ച് മാസത്തിൽ എത്ര ഡിഗ്രി സെൽഷ്യസ് വരെ? 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ പറഞ്ഞ സാധാരണ താപനില ഉയരാറുണ്ട്. മാർച്ച് മാസത്തിൽ ഡെക്കാൻ പീഠഭൂമിയിൽ സാധാരണയായിട്ട് 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാറുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങൾ പൊതുവെ കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്താറുള്ളത്. അതായത് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം പശ്ചിമഘട്ട മലനിരകളിലാണ് എന്ന് നമുക്കറിയാം. ഈ പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ പൊതുവെ കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്താറുള്ളത്. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങൾ പൊതുവെ കുറഞ്ഞ താപനിലയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നെക്സ്റ്റ്, പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് ദൈനിക താപാന്തരം വളരെ കൂടാറുണ്ട്. ദൈനിക താപാന്തരം പീഠഭൂമിയിൽ ശൈത്യകാലത്ത് അനുഭവപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് നമ്മൾ ഇനി നോക്കുന്നത്. എന്താണ്? പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് ദൈനിക താപാന്തരം വളരെ കൂടാറുണ്ട്. രാത്രി താപം ഗണ്യമായി കുറയുന്നതാണ് ഇതിന് കാരണം. രാത്രി താപം ഗണ്യമായി കുറയുന്നത് കൊണ്ടാണ് ദൈനിക താപാന്തരം ഈ പറഞ്ഞ രീതിയിൽ വളരെ കൂടാറുണ്ട് എന്ന് പറയുന്നത്. എന്താണ് ദൈനിക താപാന്തരം? ഒരു പ്രദേശത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം. എന്താണ്? ഒരു പ്രദേശത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ദൈനിക താപാന്തരം എന്ന് പറയുന്നത്. ഈ ദൈനിക താപാന്തരം പീഠഭൂമിയുടെ ഉൾപ്രദേശത്ത് ശൈത്യകാലങ്ങളിൽ വളരെ കൂടാറുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ് അതിന് കാരണം? രാത്രി താപം ഗണ്യമായി കുറയുന്നതാണ് ഇതിന് കാരണം. അതായത് ശൈത്യകാലങ്ങളിൽ പീഠഭൂമിയുടെ ഉൾപ്രദേശത്ത് രാത്രി താപം ഗണ്യമായി കുറയുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ ഫലമായിട്ട് ദൈനിക താപാന്തരം വളരെ കൂടാറുണ്ട് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് മഴയുടെ വിതരണത്തെ പറ്റിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ മഴയുടെ വിതരണത്തെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യം നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറേ ചരിവൊഴികെ ഉപദ്വീപീയ പീഠഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ മഴ മിതമോ വിരളമോ ആണ്. ഏതൊഴികെ എന്നാണ് നമ്മൾ പറഞ്ഞത്? പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറേ ചരിവ്, അതായത് നമ്മുടെ കേരളം ഒക്കെ കിടക്കുന്ന കേരളം, കർണാടകത്തിൻ്റെ കേരളം തന്നെ നമുക്ക് എടുക്കാം. കേരളം നമുക്കിങ്ങനെ എടുക്കാമെങ്കിൽ ഈ ഒരു ഭാഗത്താണ്, കേരളത്തിൻ്റെ ആ ഒരു കിഴക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറൻ ഭാഗത്താണ് നമ്മുടെ കേരളവും പടിഞ്ഞാറൻ തീരസമതലവും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന.
സാധിക്കുന്നത്. അപ്പോൾ ഈ പശ്ചിമഘട്ടത്തിലെ പടിഞ്ഞാറേ ചരിവൊഴികെ, അതായത് പടിഞ്ഞാറൻ തീരസമതലം നമ്മുടെ കേരളം ഉൾപ്പെടുന്ന ആ ഒരു ഭാഗം ഒഴികെ ഉപദ്വീപീയ പീഠഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ മഴ മിതമോ വിരളമോ ആണ്. എന്തുകൊണ്ടാണ് പശ്ചിമഘട്ടത്തിലെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ മഴ കൂടുതലായിട്ട് കിട്ടുന്നത്? അതായത് കേരളം പോലുള്ള നമ്മുടെ സംസ്ഥാനമായ കേരളം പശ്ചിമഘട്ടത്തിലെ പടിഞ്ഞാറൻ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവും നമ്മുടെ ഈ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് മഴ കൂടുതലായിട്ട് ഈ പറയുന്ന റീജിയൻസിൽ കിട്ടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കറിയാം, അറബിക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ ഈ പറഞ്ഞ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുകയും ഈ പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറൻ ഭാഗമായ കേരളം അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് മൺസൂൺ കാറ്റുകൾ വരികയും ഈ പറഞ്ഞ പശ്ചിമഘട്ട മലനിരകളിലെ ഈർപ്പരഹിതമായ ഈ കാറ്റുകളെ തടഞ്ഞു നിർത്തി പടിഞ്ഞാറൻ തീരസമതലങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറേ ചരിവ് ഒഴികെ ഉപദ്വീപീയ പീഠഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങൾ മഴ മിതമോ വിരളമോ ആയിരിക്കും. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറേ ചരിവിൽ തട്ടി ഉയരുന്ന ഈർപ്പവാഹിയായ വായു തണുക്കുകയും കാറ്റിന് അഭിമുഖമായ വശത്ത് വലിയ തോതിൽ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. വേറൊന്നുമല്ല, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ഈ പറഞ്ഞ മൺസൂൺ കാറ്റുകൾ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ വന്നിടിക്കുകയും ഈ പറഞ്ഞ പശ്ചിമഘട്ട മലനിരകൾ ഈ ഈർപ്പവാഹിയായ കാറ്റിനെ തടഞ്ഞു നിർത്തി പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പടിഞ്ഞാറൻ തീരസമതല പ്രദേശത്ത് അതിശക്തമായ മഴ നൽകുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ 250-നും 400 സെൻറ്റിമീറ്റർ വരെയാണ് ഇക്കാലങ്ങളിൽ പടിഞ്ഞാറൻ തീരത്തും പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ലഭിക്കുന്ന മഴ. എത്രയാണ്? 250-നും 400 സെൻറ്റിമീറ്ററിനും ഇടയിലാണ് നമ്മുടെ ഈ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരസമതല പ്രദേശത്ത് ലഭിക്കുന്ന മഴയുടെ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വലിയ തോതിലുള്ള മഴ ഈ പറഞ്ഞ പശ്ചിമഘട്ടം കാരണം നമ്മുടെ പടിഞ്ഞാറൻ തീരസമതല മേഖലയിൽ ലഭിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 250 മുതൽ 400 സെൻറ്റിമീറ്റർ വരെയാണ് ഇക്കാലയളവിൽ പടിഞ്ഞാറൻ തീരത്തും പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും ലഭിക്കുന്ന മഴയുടെ അളവ് എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ മൺസൂൺ കാറ്റുകൾ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തി പടിഞ്ഞാറൻ ഭാഗത്ത് മഴ അതിശക്തമായ രീതിയിൽ പെയ്യിപ്പിച്ചു. അപ്പോൾ അതിനുശേഷം ഈർപ്പരഹിതമായ കാറ്റുകളാണ് കിഴക്കൻ ഭാഗത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ കിഴക്കൻ ചെരുവിലേക്ക് വരുന്ന ഈർപ്പരഹിതമായ കാറ്റ് കിഴക്കേ ചരിവിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പ്രദേശങ്ങളിൽ വിരളമായി മാത്രമേ മഴ ലഭിക്കാൻ കാരണമാകുന്നുള്ളൂ. അതായത് 50 സെൻറ്റിമീറ്ററിൽ കുറവ് മാത്രമേ നമുക്ക് അവിടെ മഴ ലഭിക്കുന്നുള്ളൂ. നമുക്കറിയാം, ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് നമ്മുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്താണ്. അതല്ലാണ്ട് ഈ പറഞ്ഞ പശ്ചിമഘട്ടത്തെ കിഴക്കൻ ചെരുവിൽ, അതായത് തമിഴ്നാട് പോലുള്ള ആ ഒരു സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ കാലങ്ങളിൽ അധികം മഴ ലഭിക്കാറില്ല. അതിനുള്ള കാരണമാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഇത്തരം പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അതായത് ഇപ്പുറത്തെ സൈഡ് മഴ ലഭിക്കുകയും അപ്പുറത്തെ സൈഡ് ഈ പറഞ്ഞ പശ്ചിമഘട്ടത്തെ വെച്ച് പറയുകയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ഈ പറഞ്ഞ പടിഞ്ഞാറൻ മേഖലയിൽ മഴ ലഭിക്കുകയും കിഴക്കൻ ചെരുവിൽ മഴ ലഭിക്കാതെ വരികയും ചെയ്യുമ്പോൾ ഈ കിഴക്കൻ ചെരുവിലെ ആ ഒരു പ്രദേശത്തെയാണ് നമ്മൾ മഴനിഴൽ പ്രദേശങ്ങൾ അല്ലെങ്കിൽ റെയിൻ ഷാഡോ റീജിയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മഴനിഴൽ പ്രദേശങ്ങൾ റെയിൻ ഷാഡോ റീജിയൻസ് എന്തെന്നാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. കടലിൽ നിന്നും ഈർപ്പം വഹിച്ചെത്തുന്ന കാറ്റുകൾ പർവ്വതങ്ങൾ തട്ടി ഉയരുന്നു. ഓക്കെ, ഇത്തരത്തിൽ ഉയരുന്ന വായു ഘനീഭവിച്ച് മഴമേഘങ്ങൾ രൂപപ്പെടുകയും പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശത്ത് ധാരാളം മഴ നൽകുകയും ചെയ്യുന്നു. എന്നാൽ പർവ്വതങ്ങളുടെ പ്രതിമുഖ വശത്ത്, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ താഴ്ന്നിറങ്ങുന്ന വായു പൊതുവെ ഈർപ്പരഹിതമായതിനാൽ അവിടെ മഴ കുറവായിരിക്കും. ഇത്തരം പ്രദേശങ്ങളെയാണ് മഴനിഴൽ പ്രദേശങ്ങൾ അല്ലെങ്കിൽ റെയിൻ ഷാഡോ റീജിയൻസ് എന്ന് പറയുന്നത്. അതായത് വേറൊന്നുമില്ല, കടലിൽ നിന്നും ഈർപ്പവാഹികളായ കാറ്റ് പർവ്വതങ്ങൾ തട്ടി ഉയരുകയും ഈ പറയുന്ന മഴമേഘങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശത്ത് ഈ പറഞ്ഞ ഇതാണ് കാറ്റ് വരുന്ന വശം. പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശത്ത് ഈ മഴമേഘങ്ങൾ രൂപപ്പെടുകയും ഈ ഒരു ഭാഗത്ത് അതിശക്തമായ മഴ ലഭിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പർവ്വതങ്ങളുടെ പ്രതിമുഖ ഭാഗത്ത്, അതായത് പ്രതിമുഖ ഭാഗമായ ഓപ്പോസിറ്റ് സൈഡിൽ താഴ്ന്നിറങ്ങുന്ന വായു പൊതുവെ ഈർപ്പരഹിതമായിരിക്കുകയും അതോടൊപ്പം തന്നെ അവിടെ മഴ കുറവായിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്ത് മഴ ലഭിക്കുന്നു, അപ്പുറത്തെ ഭാഗത്ത് മഴ ലഭിക്കുന്നില്ല. അത്ര മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ പ്രതിമുഖ വശത്ത് താഴ്ന്നിറങ്ങുന്ന വായു പൊതുവെ ഈർപ്പരഹിതമായിരിക്കും, അതുകൊണ്ട് തന്നെ അവിടെ മഴ കുറവായിരിക്കും. ഇത്തരം പ്രദേശങ്ങളെയാണ് മഴനിഴൽ പ്രദേശങ്ങൾ അല്ലെങ്കിൽ റെയിൻ ഷാഡോ റീജിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന
തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ, അതായത് മഹാരാഷ്ട്ര തീരത്ത് വന്നു ചേരുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ നർമ്മദ താപ്തി നദീതടങ്ങളിലൂടെ ഉപദ്വീപിൽ പ്രവേശിക്കുകയും മധ്യ ഇന്ത്യയിലുടനീളം മിതമായ തോതിൽ മഴ നൽകുകയും ചെയ്യുന്നു. എന്താണ് പറയുന്നത്? മഹാരാഷ്ട്രയുടെ തീരത്ത് വന്നു ചേരുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് നർമ്മദ താപ്തി ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 നദികളാണ് നർമ്മദ താപ്തി എന്നിവ. അപ്പോൾ ഇത്തരം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ നർമ്മദ താപ്തി നദീതടങ്ങളിലൂടെ ഉപദ്വീപീയ ഉപദ്വീപിൽ പ്രവേശിക്കുകയും മധ്യ ഇന്ത്യയിലുടനീളം മിതമായ തോതിൽ മഴ നൽകുകയും ചെയ്യുന്നു. ഈ കാലയളവിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലും ചെറിയ തോതിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലും ഈ പറഞ്ഞ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ഈ പറഞ്ഞ മഴ ലഭിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? മഹാരാഷ്ട്ര റീജിയൻ, ഈ പറഞ്ഞ മഹാരാഷ്ട്ര റീജിയനാണ് നമ്മളിവിടെ കാണുന്നത്. നർമ്മദ താപ്തി നദികളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അറബിക്കടലിൽ നിന്നും ഇങ്ങനെ വരുന്ന മൺസൂൺ കാറ്റുകൾ മഹാരാഷ്ട്ര തീരത്ത് വരികയും നർമ്മദ താപ്തി നദീമുഖങ്ങളിലൂടെ മധ്യ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയും മിതമായ തോതിൽ മഴ നൽകും എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ഈ ഭാഗത്തായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന മൺസൂൺ കാറ്റുകൾ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലും ചെറിയ തോതിൽ മഴ നൽകുമെന്നാണ് നമ്മൾ തൊട്ട് മുന്നുള്ള സ്ലൈഡിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ പറ്റി പറഞ്ഞു. പശ്ചിമഘട്ട മലനിരകളെ തടഞ്ഞു നിർത്തി പടിഞ്ഞാറൻ തീരസമതലത്തിൽ അതിശക്തമായ മഴ ലഭിക്കുകയും എന്നാൽ ഈ പറഞ്ഞ പശ്ചിമഘട്ടത്തിലെ കിഴക്കൻ സൈഡിൽ അത്രയധികം മഴ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അത്രയധികം മഴയ്ക്ക് കാരണമാകുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ മഹാരാഷ്ട്ര റീജിയൻസിൽ വന്നു ചേരുന്ന ഈ മൺസൂൺ കാറ്റുകൾ, അറബിക്കടലിൽ നിന്ന് വരുന്ന മൺസൂൺ കാറ്റുകൾ നർമ്മദ താപ്തി നദീതടങ്ങളിലൂടെ ഉപദ്വീപിൽ പ്രവേശിക്കുകയും മധ്യ ഇന്ത്യയിലാകമാനം മിതമായ തോതിലുള്ള മഴ നൽകുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലത്ത് ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അതായത് വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ ആ ഒരു കാലത്ത്, അതായത് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലത്ത് ഉപദ്വീപീയ പീഠഭൂമിയിൽ വരണ്ട കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുന്നത്. വരണ്ട കാലാവസ്ഥ അല്ലെങ്കിൽ വളരെ ഡ്രൈ ആയിട്ടുള്ള കാലാവസ്ഥയായിരിക്കും ഈ പറഞ്ഞ വടക്ക് കിഴക്കൻ മൺസൂൺ കാലങ്ങളിൽ ഉപദ്വീപീയ പീഠഭൂമികൾ അനുഭവപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ ചുഴലികൾ ഉപദ്വീപിൻ്റെ കിഴക്കൻ തീരത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട് ആന്ധ്ര തീരങ്ങളിൽ വൻതോതിൽ മഴയുണ്ടാക്കുമെങ്കിലും പീഠഭൂമിയിലേക്ക് ഇതിൻ്റെ ആനുകൂല്യം എത്താറില്ല. വേറൊന്നുമല്ല, ഈ വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തമിഴ്നാട് ആന്ധ്ര തീരങ്ങളാണ് നമുക്കറിയാം. അപ്പോൾ അതിനുള്ള കാരണമാണ് പറഞ്ഞത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ ചുഴലികളാണ് ഈ പറഞ്ഞ ഉപദ്വീപിൻ്റെ കിഴക്കൻ തീരത്ത്, അതായത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലുമൊക്കെ മഴ നൽകാൻ സഹായിക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ഈ പറഞ്ഞ തമിഴ്നാട്ടിൽ, നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ അധികം മഴ ലഭിക്കുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷേ എപ്പോഴാണ് ഈ പറഞ്ഞ തമിഴ്നാട്ടിൽ അധികം മഴ ലഭിക്കുന്നത്? ഈ പറഞ്ഞ വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത്, അതായത് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലത്താണ് നമ്മുടെ ഈ പറഞ്ഞ തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ മഴ ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞ തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ ഈ പറഞ്ഞ വൻതോതിൽ വടക്കിഴക്കൻ മൺസൂൺ കാറ്റുകൾ മഴയ്ക്ക് സഹായിക്കുമെങ്കിലും ഉപദ്വീപീയ പീഠഭൂമിയിൽ ആകമാനം ഇതിൻ്റെ ആനുകൂല്യം എത്താറില്ല എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു പരിച്ഛേദം അല്ലെങ്കിൽ ആ ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കറിയാം ഇതാണ് നമ്മുടെ അറബിക്കടൽ, നമ്മുടെ ബംഗാൾ ഉൾക്കടലാണ്. നമുക്കൊന്ന് ഇന്ത്യയുടെ ആ ഒരു മാപ്പ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇനി പഠിക്കത്തേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ നോക്കുക. നമ്മുടെ അറബിക്കടൽ, പടിഞ്ഞാറൻ തീരസമതലം. നമുക്കറിയാം ഉപദ്വീപീയ പീഠഭൂമിയാണ് നമ്മൾ പഠിക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അതിര് ഏതെന്ന് ചോദിച്ചാൽ നമ്മളെന്ന് പറയും? പശ്ചിമഘട്ടം എന്ന് പറയും. അതേപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമിയുടെ കിഴക്കൻ അതിര് എന്ന് ചോദിച്ചാൽ പൂർവ്വഘട്ടം എന്ന് നമ്മൾ പറയും. നമ്മൾ പഠിച്ചു പശ്ചിമഘട്ടത്തെ പോലെ അത്ര ഉയരമുള്ള ആ ഒരു കുന്നുകളല്ല നമ്മുടെ പൂർവ്വഘട്ടത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വ്യക്തമാക്കാം പശ്ചിമഘട്ടത്തിനാണ് പൂർവ്വഘട്ടത്തെ അപേക്ഷിച്ച് ഏറ്റവും ഉയരമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് സൈഡിലാണ് നമ്മുടെ അറബിക്കടൽ കാണാൻ വേണ്ടി സാധിക്കുക, പടിഞ്ഞാറൻ തീരസമതലം കാണാൻ വേണ്ടി സാധിക്കുക, അതേപോലെ തന്നെ പശ്ചിമഘട്ടം കാണാൻ വേണ്ടി സാധിക്കുക. അതേപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്താണ് നമ്മുടെ പൂർവ്വഘട്ടവും കിഴക്കൻ തീരസമതലവും ബംഗാൾ ഉൾക്കടലും കാണാൻ വേണ്ടി സാധിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ നെക്സ്റ്റ് ഉള്ളത് നദികളെ പറ്റിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദികളെ പറ്റിയാണ് നെക്സ്റ്റ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അത് നമ്മൾ ജസ്റ്റ് SCERT ടെക്സ്റ്റിൽ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്തേ ഉള്ളൂ. നമ്മളിനി നദികളുടെ പോർഷൻ പഠിക്കുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ വീണ്ടും ഇത് ചർച്ച ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. മഹാനദി, അതായത് ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി.
മറ്റനേകം നദികളുണ്ട്, നമുക്ക് വരുന്ന ക്ലാസ്സുകൾ അത് നോക്കാം. പക്ഷേ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നീ നദികളാണ് ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നദികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ നൈസർഗിക സസ്യജാലങ്ങളെ പറ്റിയാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും 3ആയിട്ട് തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ടാണ് ഇവിടെ പറയുന്നത്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് ഒന്നാമതായിട്ടുള്ളത്. ഉഷ്ണമേഖല മുൾക്കാടുകൾ നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ ദക്ഷിണ പർവ്വത വനങ്ങളും നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് നോക്കാൻ വേണ്ടിയുള്ളത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏറ്റവും വ്യാപകമായ സ്വാഭാവിക വനങ്ങൾ, ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ പറഞ്ഞ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ 70-200 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് പൊതുവെ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. എത്ര സെൻറ്റിമീറ്ററിന്? 70-200 സെൻറ്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ മുൻനിർത്തി ഇതിനെ 2ആയിട്ട് തിരിക്കാം. അതേപോലെ തന്നെ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളെ നമ്മൾ മഴയുടെ അടിസ്ഥാനത്തിൽ, മഴയുടെ വിതരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും 2ആയിട്ട് തിരിക്കാമെന്നാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണവ? ഒന്ന് ആർദ്ര ഇലപൊഴിയും കാടുകൾ, മോയ്സ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ്, ആർദ്ര ഇലപൊഴിയും കാടുകൾ 1. 2 വരണ്ട ഇലപൊഴിയും കാടുകൾ, ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ്. അപ്പോൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളെ മഴയുടെ വിതരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 2ആയിട്ട് തിരിച്ചു. ഏതൊക്കെയാണവ? ആർദ്ര ഇലപൊഴിയും കാടുകളും മോയ്സ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റും വരണ്ട ഇലപൊഴിയും കാടുകളും ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റും എന്ന് 2ആയിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. അപ്പോൾ ആർദ്ര ഇലപൊഴിയും കാടുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. 100 മുതൽ 200 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. 100 മുതൽ 200 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് മോയ്സ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ആർദ്ര ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചരിവുകളിൽ പൊതുവേ കണ്ടുവരുന്നത് ഇത്തരം സസ്യജാലങ്ങളാണ്. പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചരിവിൽ, അതായത് പശ്ചിമഘട്ടത്തിൻ്റെ ആ കിഴക്ക് ഭാഗത്ത്, നമ്മുടെ തമിഴ്നാട് റീജിയനിലൊക്കെ കൂടുതലും കാണപ്പെടുന്നത് ഈ പറഞ്ഞ ആർദ്ര ഇലപൊഴിയും കാടുകൾ എന്നാണ് പറയുന്നത്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ കുന്നുകളിലും ഛോട്ടാ നാഗ്പൂരിലും ഈ സസ്യജാലം കാണപ്പെടുന്നത്. ഏത് സസ്യജാലം? ആർദ്ര ഇലപൊഴിയും കാടുകൾ. 100-200 സെൻറ്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഈ പറഞ്ഞ ആർദ്ര ഇലപൊഴിയും കാടുകൾ. അത് എവിടേക്കാണ് കാണപ്പെടുന്നത്? മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ കുന്നുകളിലും ഛോട്ടാ നാഗ്പൂരിലും അതേപോലെ തന്നെ പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചെരുവുകളിലും പൊതുവേ ഇത്തരം സസ്യജാലങ്ങൾ കാണപ്പെടുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ തേക്ക്, സാൽ, ശിശം, മൗവ, ചന്ദനം തുടങ്ങിയ വൃക്ഷങ്ങൾ ഈ വനത്തിൽ പൊതുവേ കാണപ്പെടുന്നു. അപ്പോൾ ഈ പറഞ്ഞ ആർദ്ര ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് വരണ്ട ഇലപൊഴിയും കാടുകളാണ് ഇനി നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. 70 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ വാർഷികമായി ലഭിക്കുന്ന പ്രദേശങ്ങളാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ അല്ലെങ്കിൽ ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ മഴ തീരെ കുറഞ്ഞ മേഖലകളോട് അടുക്കുമ്പോൾ ഇത് മുൾക്കാടുകൾക്കും കുറ്റിച്ചെടികൾക്കും വഴിമാറുന്നു. വേറൊന്നുമില്ല. അതേപോലെ തന്നെ വരൾച്ചാ കാലം എത്തുന്നതോടെ ഈ സസ്യങ്ങൾ പൂർണ്ണമായും ഇലപൊഴിക്കുകയും വനങ്ങൾ ഇലകളില്ലാത്ത സസ്യങ്ങൾ നിറഞ്ഞ പുൽമേടുകളായി മാറുകയും ചെയ്യുന്നു. അതായത് വരൾച്ചാ കാലം എത്തുന്നതോടെ ഇവ പുൽമേടുകളായിട്ട്, അതായത് ഇലകളില്ലാത്ത സസ്യങ്ങൾ നിറഞ്ഞ പുൽമേടുകളായിട്ട് വരണ്ട ഇലപൊഴിയും കാടുകൾ മാറുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. തേക്ക്, റോസ്ഡ്, ആക്സിൽവുഡ്, മുളവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട സസ്യവർഗ്ഗങ്ങൾ എന്നുമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എവിടുത്തെ സസ്യവർഗ്ഗങ്ങളാണ്? വരണ്ട ഇലപൊഴിയും കാടുകളുടെ ആ ഒരു പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത്. 70 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴയാണ് ഈ പ്രദേശങ്ങളിൽ ലഭിക്കുന്നത്. മഴ തീരെ കുറഞ്ഞ മേഖലയോടടുക്കുമ്പോൾ ഈ പറഞ്ഞ വരണ്ട ഇലപൊഴിയും കാടുകൾ മുൾക്കാടുകൾക്കും കുറ്റിച്ചെടികൾക്കുമായിട്ട് മാറുന്നു എന്നാണ്, അല്ലെങ്കിൽ വഴിമാറുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞത്. അതേപോലെ തന്നെ വരൾച്ചാ കാലം എത്തുന്നതോടെ ഈ സസ്യങ്ങൾ പൂർണ്ണമായും ഇലപൊഴിക്കുകയും വനങ്ങൾ ഇലകളില്ലാത്ത സസ്യങ്ങൾ നിറഞ്ഞ പുൽമേടുകളായിട്ട് മാറുകയും ചെയ്യുന്നു. അതോടൊപ്പം തേക്ക്, റോസ്ഡ്, ആക്സിൽവുഡ്, മുളവർഗ്ഗങ്ങളാണ് ഈ പറഞ്ഞ പ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട സസ്യജാലങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഉപദ്വീപീയ പീഠഭൂമിയുടെ നൈസർഗിക സസ്യജാലങ്ങളാണ് നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ നമ്മൾ നോക്കി. നെക്സ്റ്റ് ഉഷ്ണമേഖല മുൾക്കാടുകളാണ് നോക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ 75 സെൻറ്റിമീറ്റർ താഴെ വാർഷികമായി ലഭിക്കുന്നതും ഉയർന്ന താപനിലയുള്ളതുമായ പ്രദേശങ്ങളിലാണ് ഈ പറഞ്ഞ ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടുന്നത്. എവിടെയൊക്കെയാണ്? ഉയർന്ന
ഉയർന്ന താപനിലയുള്ളതും 75 സെൻറ്റിമീറ്ററിൽ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലുമാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ അക്കേഷ്യ, യൂഫോർബിയ, ഈന്തപ്പന, ചിലയിനം പുൽവർഗ്ഗങ്ങൾ തുടങ്ങിയാണ് ഈ പ്രദേശത്തെ പ്രധാന സസ്യജാലങ്ങൾ. ഏതൊക്കെയാണ്? അക്കേഷ്യ, യൂഫോർബിയ, ഈന്തപ്പന, അതുപോലെ ചില പുൽവർഗ്ഗങ്ങളാണ് ഉഷ്ണമേഖലാ മുൾക്കാടുകളുടെ പ്രധാനപ്പെട്ട സസ്യവർഗ്ഗങ്ങൾ. അതോടൊപ്പം തന്നെ എവിടെയൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്? പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കായി മഹാരാഷ്ട്ര, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുടെ അർദ്ധമരുപ്രദേശങ്ങളിലും ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിലുമാണ് ഇത്തരം ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടുന്നത്. എവിടെയൊക്കെയാണ്? ഒന്നുകൂടെ പറയാം. പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് മഹാരാഷ്ട്ര, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുടെ അർദ്ധമരുഭൂമി പ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിലും കാണപ്പെടുന്ന സസ്യജാലങ്ങളാണ് ഉഷ്ണമേഖലാ മുൾക്കാടുകൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ നൈസർഗിക സസ്യജാലം ഉപദ്വീപീയ പീഠഭൂമിയുടെ നൈസർഗിക സസ്യജാലങ്ങളെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചു. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ, ദക്ഷിണ പർവ്വത വനങ്ങൾ. അപ്പോൾ മൂന്നാമത്തെ ദക്ഷിണ പർവ്വത വനങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളായ പശ്ചിമഘട്ടം, വിന്ധ്യാനിരകൾ, നീലഗിരി കുന്നുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. അപ്പോൾ നമുക്കറിയാം ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയുടെ ദക്ഷിണ ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ഒരു നൈസർഗിക സസ്യജാലങ്ങൾ, അല്ലെങ്കിൽ ആ പർവ്വത ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന ഉപദ്വീപീയ പീഠഭൂമിയിലുള്ള പർവ്വത ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങളെയാണ് നമ്മൾ ദക്ഷിണ പർവ്വത വനങ്ങൾ എന്ന് പറയുന്നത്. അവ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളായ പീഠഭൂമിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പീഠഭൂമിയിൽ പർവ്വതങ്ങൾ കാണപ്പെടുന്ന അല്ലെങ്കിൽ കൊടുമുടിയിൽ കാണപ്പെടുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? പശ്ചിമഘട്ടം, വിന്ധ്യാനിരകൾ, നീലഗിരി കുന്നുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നതാണ് ദക്ഷിണ പർവ്വത വനങ്ങൾ. അതോടൊപ്പം തന്നെ ഇവിടങ്ങളിൽ 1500 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഇടങ്ങളിൽ മിതോഷ്ണ സസ്യജാലങ്ങളും താഴേക്ക് വരുമ്പോൾ ഉപോഷ്ണ സസ്യജാലങ്ങളും കാണപ്പെടുന്നു. അപ്പോൾ 1500 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഇടങ്ങളിൽ മിതോഷ്ണ സസ്യജാലങ്ങൾ കാണപ്പെടുന്നു. അതോടൊപ്പം തന്നെ താഴേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഉയരം കുറഞ്ഞ് താഴേക്ക് വരുമ്പോൾ ഉപോഷ്ണ സസ്യജാലങ്ങളും കാണപ്പെടുന്നു എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. അതോടൊപ്പം തന്നെ നീലഗിരി, പളനി, ആനമല നിരകളിലെ ഉപോഷ്ണ സസ്യജാലങ്ങളെ ചോലവനങ്ങൾ അല്ലെങ്കിൽ ഷോള ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നു. എവിടത്തെ? നീലഗിരി, അതായത് ദക്ഷിണ പർവ്വത മേഖലകളിൽ അല്ലെങ്കിൽ ദക്ഷിണ പർവ്വത വനങ്ങളിൽ ഉൾപ്പെടുന്ന നീലഗിരി, പളനി, ആനമല നിരകളിലെ ഉപോഷ്ണ സസ്യജാലങ്ങളെയാണ് നമ്മൾ ചോലവനങ്ങൾ എന്ന് വിളിക്കുന്നത് എന്നാണ് നമ്മളിവിടുന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ നൈസർഗിക സസ്യജാലങ്ങൾ നോക്കിയല്ലേ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ആ ഒരു മണ്ണിൻ്റെ സവിശേഷത, മണ്ണിനങ്ങൾ, ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളെ പറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിലേറെയും തനതിടത്ത് രൂപപ്പെടുന്നവയാണ്. അതായത് ഇൻസിറ്റു സോയിൽസ് എന്നാണ് അതിനെ പറയുന്നത്. തനതിടത്ത് രൂപപ്പെടുന്ന മണ്ണിനങ്ങളാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇവിടെ കാണപ്പെടുന്ന മണ്ണിനങ്ങളെ കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ് എന്നിങ്ങനെ തിരിക്കാം. നമുക്കറിയാം ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും അധികം ധാതു നിക്ഷേപങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അത് ഈ പറഞ്ഞ സമ്പന്നമായ ധാതു നിക്ഷേപങ്ങൾ ഈ പറഞ്ഞ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അപ്പോൾ ആ മേഖലയിലെ മണ്ണിനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഏതൊക്കെയാണവ? കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ് എന്നിങ്ങനെയാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ SCERT-യിൽ മണ്ണുകളുമായിട്ട് ബന്ധപ്പെട്ട് ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണുകളായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ബോക്സാണ് തനതിട മണ്ണിനങ്ങളും വഹിച്ചു കൊണ്ടുവന്ന മണ്ണിനങ്ങളും. അതായത് ഇൻസിറ്റു സോയിൽസും ട്രാൻസ്പോർട്ടഡ് സോയിലും. ഇൻസിറ്റു സോയിൽസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ, അതായത് തനതിട മണ്ണിനങ്ങളാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓരോ പ്രദേശത്തുള്ള ശിലകളിൽ നിന്നും രൂപപ്പെട്ട് അതതിടങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന മണ്ണിനങ്ങളാണ് തനതിട മണ്ണിനങ്ങൾ. അതായത് അപ്പോൾ ഓരോ പ്രദേശത്തുള്ള ശിലകളിൽ നിന്നും രൂപപ്പെട്ട് അതതിടങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന മണ്ണിനങ്ങളാണ് തനതിട മണ്ണിനങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം കറുത്ത മണ്ണ് നമ്മൾ പഠിച്ചു, റിഗർ സോയിൽ, ഡെക്കാൻ ട്രാപ്പ് റീജിയൻസിൽ കാണപ്പെടുന്ന റിഗർ സോയിലിനെ പറ്റി നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഈ കറുത്ത മണ്ണ് ഈ പറഞ്ഞ ഇൻസിറ്റു സോയിൽസിന് ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വഹിച്ചു കൊണ്ടുവന്ന മണ്ണിനങ്ങൾ, ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്താണെന്നാണ് നോക്കുന്നത്. എന്താണ്? നദികളാലോ കാറ്റിലൂടെയോ നീക്കം ചെയ്യപ്പെട്ട് മറ്റു പ്രദേശങ്ങളിൽ നിക്ഷേപിച്ചു കാണുന്ന മണ്ണിനങ്ങളെ, അതായത് ഈ പറഞ്ഞ കാറ്റ്, ഈ പറഞ്ഞ നദികൾ, കാറ്റ് എന്നിവയിൽ നിന്നും
അപരദന പ്രക്രിയയുടെയൊക്കെ ഫലമായിട്ട് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ട് നിക്ഷേപിച്ച് കാണപ്പെടുന്ന മണ്ണിനങ്ങളെയാണ് വഹിച്ചു കൊണ്ടുവന്ന മണ്ണിനങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് വിളിക്കുന്നത്. ഉദാഹരണം എക്കൽ മണ്ണ്. എക്കൽ മണ്ണ് നമുക്കറിയാം നദികളുടെ അപരദനത്തിൻ്റെ ഫലമായിട്ട് നിക്ഷേപിച്ചുണ്ടാകുന്ന ആ ഒരു മണ്ണിനെയാണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. എക്കൽ മണ്ണ് വഹിച്ചു കൊണ്ടുവന്ന മണ്ണിനങ്ങൾക്ക് ഉദാഹരണമാണ് എക്കൽ മണ്ണ്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടഡ് സോയിലിന് ഉദാഹരണമാണ് എക്കൽ മണ്ണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്ന് കറുത്ത മണ്ണാണ്, ബ്ലാക്ക് സോയിലാണ് നമ്മളിവിടെ നോക്കുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്നു. നമ്മൾ പഠിച്ചായിരുന്നു ഡെക്കാൻ ട്രാപ്പ് റീജിയൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. ഈ പ്രദേശത്തെ ബസാൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് കറുത്ത മണ്ണ്. നമുക്കറിയാം ശിലാനിർമ്മിതികളിൽ അതതിടത്ത് തന്നെ ആ ഒരു അപക്ഷയം സംഭവിച്ചാണ് ഈ പറഞ്ഞ കറുത്ത മണ്ണ് പോലുള്ള തനതിട മണ്ണിനങ്ങൾ രൂപം കൊള്ളുന്നത് നമ്മൾ പഠിച്ചു. ഈ പ്രദേശത്തെ ബസാൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ചാണ് ഈ പ്രദേശത്തെ കറുത്ത മണ്ണ് രൂപം കൊള്ളുന്നത്. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും കർണാടകം, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഭാഗികമായും കറുത്ത മണ്ണ് കാണപ്പെടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. എവിടെയൊക്കെയാണ് ഭാഗികമായിട്ട് കാണപ്പെടുന്നത്? കർണാടകം, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഭാഗികമായിട്ടും കറുത്ത മണ്ണ് കാണപ്പെടുന്നു. അടുത്ത ചെമ്മണ്ണാണ്, റെഡ് സോയിൽ. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽരൂപ കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് ചെമ്മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ പൊതുവെ ചെമ്മണ്ണ് എന്ന് വിളിക്കുമെങ്കിലും ചിലയിടങ്ങളിൽ ഇത് തവിട്ട്, ചാരം, മഞ്ഞ തുടങ്ങിയ നിറങ്ങളാണ് കാണപ്പെടുന്നത്. ചെമ്മണ്ണാണ് ഇതിൻ്റെ പേരെങ്കിലും പീഠഭൂമിയിലെ ചിലയിടങ്ങളിൽ തവിട്ട് നിറം, ചാരനിറം, മഞ്ഞ നിറത്തിലൊക്കെ ഈ പറയുന്ന റെഡ് സോയിൽ കാണപ്പെടുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ മണ്ണിൽ വലിയ തോതിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ് ചുവപ്പ് നിറത്തിന് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ നമ്മൾ റെഡ് സോയിലിൽ ഈ റെഡ് കളറിൻ്റെ ആ ഒരു കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മണ്ണിലടങ്ങിയിട്ടുള്ള വലിയ തോതിൽ ഈ പറഞ്ഞ മണ്ണിലടങ്ങിയിട്ടുള്ള ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ് ഈ പറഞ്ഞ ചുവപ്പ് നിറത്തിന് പ്രധാന കാരണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ കറുത്ത മണ്ണ് നോക്കി, ബ്ലാക്ക് സോയിൽ നോക്കി, റെഡ് സോയിൽ, ചെമ്മണ്ണ് നോക്കി. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ലാട്രൈറ്റ് സോയിൽ അല്ലെങ്കിൽ ലാട്രൈറ്റ് മണ്ണിൻ്റെ ആ ഒരു സവിശേഷതയാണ് ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർനിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായി രൂപപ്പെടുന്നതാണ് ലാട്രൈറ്റ് മണ്ണ്. അതായത് ഊർനിറങ്ങൽ പ്രക്രിയയുടെ ഫലമായിട്ടാണ് ലാട്രൈറ്റ് മണ്ണ് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെയാണ്? കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ഈ ലാട്രൈറ്റ് മണ്ണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ആ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർനിറങ്ങൽ പ്രക്രിയയുടെ ഫലമായിട്ട് നീക്കം ചെയ്യപ്പെടുകയും അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മണ്ണാണ് ലാട്രൈറ്റ് മണ്ണ് എന്നാണ് പറയുന്നത്. അതോടൊപ്പം പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, രാജ്മഹൽ കുന്നുകൾ, വിന്ധ്യ സത്പുര പർവ്വതങ്ങൾ, മാൾവ പീഠഭൂമി തുടങ്ങിയവയിലാണ് കൂടുതലായിട്ടും ഈ പറയുന്ന ലാട്രൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. എവിടെയൊക്കെയാണ് ലാട്രൈറ്റ് സോയിൽ കാണപ്പെടുന്നത്? പശ്ചിമഘട്ടത്തിലും പൂർവ്വഘട്ടത്തിലും രാജ്മഹൽ കുന്നുകളിലും വിന്ധ്യ സത്പുര കുന്നുകളിലും മാൾവ പീഠഭൂമിയുടെ പ്രദേശങ്ങളിലുമാണ് പ്രധാനമായിട്ടും ലാട്രൈറ്റ് സോയിൽ കാണപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പൊതുവേ ഫലഭൂഷ്ടി കുറഞ്ഞ മണ്ണാണ് ലാട്രൈറ്റ് മണ്ണ്. എന്താണ്? പൊതുവേ ഫലഭൂഷ്ടി അത്ര കൂടുതലല്ലാത്ത കുറഞ്ഞ മണ്ണാണ് ലാട്രൈറ്റ് മണ്ണ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പർവ്വത മണ്ണ് അല്ലെങ്കിൽ മൗണ്ടെയിൻ സോയിലിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ പർവ്വത മണ്ണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ട, പൂർവ്വഘട്ട മലനിരകളിലാണ്. നമുക്കറിയാം പർവ്വതങ്ങളിൽ കാണപ്പെടുന്നത് ദക്ഷിണേന്ത്യയിൽ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ട് പർവ്വതങ്ങൾ കാണപ്പെടുന്നത് പശ്ചിമഘട്ടത്തിലും പൂർവ്വഘട്ടത്തിലാണ് എന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിൽ പർവ്വത മണ്ണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ട, പൂർവ്വഘട്ട മലനിരകളാണ്. അപ്പോൾ കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ തോട്ടവിളകൾക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ഈ പറഞ്ഞ പർവ്വത മണ്ണ് അല്ലെങ്കിൽ മൗണ്ടെയിൻ സോയിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, ഉഷ്ണമേഖല, പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്ക് പർവ്വത മണ്ണ് അനുയോജ്യമാണ്. ഏതിനൊക്കെയാണ് പർവ്വത മണ്ണ് അനുയോജ്യമായിട്ടുള്ളത്? നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടുള്ള തോട്ടവിള കൃഷികൾക്കാണ്. അതായത് കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന തോട്ടവിള കൃഷികൾക്കാണ് പർവ്വത മണ്ണ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഏതിനൊക്കെയാണ്? തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, ഉഷ്ണമേഖല, പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് നമ്മുടെ
പർവ്വത മണ്ഡലം അല്ലെങ്കിൽ മൗണ്ടൻ സോയിൽ. എവിടെയാണ് കാണപ്പെടുന്നത്? ദക്ഷിണേന്ത്യയിൽ പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ട മലനിരകളിലുമാണ് ഏറ്റവും കൂടുതൽ പർവ്വത മണ്ണ് കാണപ്പെടുന്നത്. ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ? കേരളം, കർണാടകം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് കൂടുതലും പർവ്വത മണ്ണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പർവ്വത മണ്ണ് ഞങ്ങളാണ് നമ്മൾ നോക്കിയത്. കറുത്ത മണ്ണാണ് ഈ കാണുന്നത്, ചെമ്മണ്ണ് ഈ കാണുന്നു, ലാട്രൈറ്റ് മണ്ണ് ഇവിടെ കാണുന്നു. അതോടൊപ്പം തന്നെ പർവ്വത മണ്ണ് നമ്മുടെ പൂർവ്വഘട്ട മലനിരകൾക്കും പശ്ചിമഘട്ട മലനിരകളിലുമായിട്ട് കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളാണ് പർവ്വത മണ്ണും കാണപ്പെടുന്നത്. അപ്പോൾ മണ്ണിനങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി ഉപദ്വീപീയ പീഠഭൂമിയിലെ കൃഷികളാണ്. അപ്പോൾ സമതല പ്രദേശങ്ങളെ അപേക്ഷിച്ച് പീഠഭൂമി പ്രദേശങ്ങൾ പൊതുവെ കൃഷിയോഗ്യമല്ല. സമതല പ്രദേശങ്ങളിൽ എക്കൽ നിക്ഷേപങ്ങൾ കാരണം കൃഷിക്ക് വളരെ അനുയോജ്യമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശങ്ങൾ അത്ര കൃഷിക്ക് അനുയോജ്യമല്ല എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാലും നെല്ല്, ഗോതമ്പ്, പരുത്തി, കരിമ്പ്, പുകയില തുടങ്ങിയ വിളകളും തോട്ടവിളകളായ കാപ്പി, തേയില തുടങ്ങിയവയും ഉപദ്വീപീയ പീഠഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്നു. അതായത് പർവ്വത മണ്ണുള്ള സ്ഥലങ്ങളിൽ തോട്ടവിളകൾ കൃഷി ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അതായത് കർണാടക, കേരളം, തമിഴ്നാട് പ്രദേശങ്ങളിൽ പശ്ചിമഘട്ടത്തിൻ്റെയും പൂർവ്വഘട്ടത്തിൻ്റെയും ഭാഗങ്ങളായിട്ടുള്ള പർവ്വതങ്ങളിൽ പർവ്വത മണ്ണ് കാണപ്പെടുന്നതുകൊണ്ട് തന്നെ അവിടെ തോട്ടവിളകൾ കൃഷി ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതോടൊപ്പം തന്നെ നെല്ല്, ഗോതമ്പ്, പരുത്തി, കരിമ്പ്, പുകയില തുടങ്ങിയ വിളകളും ഉപദ്വീപീയ പീഠഭൂമിയിൽ അത്യാവശ്യം കൃഷി ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ സമതലങ്ങളെ അപേക്ഷിച്ച് ഉപദ്വീപീയ പീഠഭൂമികൾ അത്ര കൃഷിക്ക് അനുയോജ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പശ്ചിമഘട്ട മലനിരകളിൽ തോട്ടവിളകൾക്കാണ് പ്രാമുഖ്യം. നമ്മൾ പറഞ്ഞു പർവ്വത മണ്ണാണ് ഏറ്റവും കൂടുതൽ പശ്ചിമഘട്ട മലനിരകളിൽ കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ട മലനിരകളിൽ തോട്ടവിളകൾക്കാണ് പ്രാമുഖ്യം. നീലഗിരി മേഖലയിൽ തേയില, കാപ്പി തുടങ്ങിയവയുടെ തോട്ടങ്ങൾ വ്യാപകമാണ്. ബാബ ബുദാൻ ഹിൽസിലൊക്കെ കൂടുതലും തേയില, കാപ്പിയൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നു. അതോട് തന്നെ നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള തമിഴ്നാട്, ഇടുക്കി, വയനാട്, നമ്മുടെ ജില്ലകളായ ഇടുക്കി, വയനാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ കാപ്പി, തേയിലയൊക്കെ കൃഷി ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ട മലനിരകളിൽ തോട്ടവിളകൾക്ക് പ്രാമുഖ്യമുണ്ട്. അതോടൊപ്പം തന്നെ നീലഗിരി മേഖലയിൽ തേയില, കാപ്പി തുടങ്ങിയവയുടെ തോട്ടങ്ങൾ വ്യാപകമാണ് എന്നുമാണ് നമ്മളിവിടെ പറയുന്നത്. അതേപോലെ തന്നെ മലഞ്ചരിവുകൾ തട്ടുകളാക്കി നെൽകൃഷിയും ചെയ്യുന്നു. ഉപദ്വീപീയ പീഠഭൂമിയുടെ ചില മലഞ്ചരിവുകൾ തട്ടുകളാക്കി നെൽകൃഷി ചെയ്യുന്നു എന്നും നമ്മൾ പറയുന്നു. അപ്പോൾ നെക്സ്റ്റ് ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന ചില തോട്ടവിളകളാണ്. ഒന്ന് കാപ്പിയാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. എന്താണ് നമുക്ക് നോക്കാം. കർണാടകമാണ് ഇന്ത്യയിലെ കാപ്പി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം. കാപ്പി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനം നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയാണ് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ കാപ്പി കൃഷിയുടെ ഏകദേശം 59% കാപ്പി ഉൽപ്പാദനത്തിൻ്റെ ഏകദേശം 21% കർണാടകത്തിൽ നിന്നാണ്. അതായത് കാപ്പി കൃഷിയുടെ ഏകദേശം 59% കർണാടകത്തിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ കാപ്പി ഉൽപ്പാദനത്തിൻ്റെ ഏകദേശം 71% നമ്മുടെ കർണാടകത്തിൽ നിന്നാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഉൽപ്പാദനത്തിൽ ഏകദേശം 22% കേരളമാണ് രണ്ടാം സ്ഥാനത്ത്. അതായത് കാപ്പി ഉൽപ്പാദനത്തിൽ ഏകദേശം 22% കേരളമാണ് രണ്ടാം സ്ഥാനത്ത്. അറബിക്ക, റോബസ്റ്റ എന്നീ ഇനമുള്ള മുന്തിയ ഇനം കാപ്പി ഇനങ്ങളാണ് മുഖ്യമായിട്ടും കൃഷി ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, ഏറ്റവും കൂടുതൽ കാപ്പി കൃഷി ചെയ്യുന്നത് നമ്മുടെ കർണാടക, കേരള സംസ്ഥാനങ്ങളാണ്. ഏതൊക്കെ ഇനങ്ങളാണ്? അറബിക്ക, റോബസ്റ്റ എന്നീ ഇനങ്ങളുള്ള മുന്തിയ ഇനം കാപ്പി വിളകളാണ് നമ്മൾ ഈ പറഞ്ഞ റീജിയൻസിൽ കൃഷി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ കാപ്പി കൃഷിയും പ്രൊഡക്ഷനും നടത്തുന്നത് നമ്മുടെ കർണാടകമാണ്. രണ്ടാം സ്ഥാനത്ത് നമ്മുടെ കേരളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നെക്സ്റ്റ് ചരിത്രം കുറിച്ച 7 കാപ്പിക്കുരുക്കൾ. ആ കാപ്പിയുടെ ആ ഒരു പ്രത്യേകത പറ്റിയാണ് വീണ്ടും നമ്മൾ പറയുന്നത്. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് ഇന്ത്യയിൽ കാപ്പി കൃഷി ആരംഭിച്ചത്. മുസ്ലിം പുരോഹിതനായിരുന്ന ബാബ ബുദാനാണ് അറേബ്യയിൽ നിന്നും 7 കാപ്പിക്കുരുക്കൾ ഇന്ത്യയിലെത്തിച്ച് കർണാടകത്തിലെ ചിക്കമംഗ്ലൂരിലെ മലയോരത്ത് കാപ്പി കൃഷി തുടക്കം കുറിച്ചത്. അപ്പോൾ ആ ഒരു റീജിയനിലെ ബാബ ബുദാൻ ഹിൽസാണ്. ചിക്കമംഗ്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബാബ ബുദാൻ ഹിൽസ് എന്നാണ് ആ പ്രദേശം നമ്മൾ ഇന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശമായ ഈ പ്രദേശം ബാബ ബുദാൻ കുന്നുകൾ എന്ന് അറിയപ്പെടുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്തും തുടർന്നും കാപ്പിത്തോട്ടങ്ങളും കാപ്പി വ്യവസായങ്ങളും കൂടുതൽ വികസിച്ചു എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് തേയിലയാണ്. മറ്റൊരു തോട്ടവിളയായ തേയിലയാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. പീഠഭൂമിയിൽ തേയില കൃഷി പ്രധാനമായും തമിഴ്നാട്, കേരളം, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന നീലഗിരി കുന്നുകളിലും പശ്ചിമഘട്ട മലനിരയിലുമാണ്. അതായത് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും പശ്ചിമഘട്ട മലനിരയിലും നീലഗിരി കുന്നുകളിലുമാണ് ഈ പറയുന്ന തേയില കൃഷി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അതായത് കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന നീലഗിരി കുന്നുകളുടെയും പശ്ചിമഘട്ട മലനിരകളുടെയും ഭാഗമായുള്ള പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ തേയില കൃഷി ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്ത്യയിലെ ആകെ ഉൽപ്പാദനത്തിൻ്റെ 25%, തോട്ട വിസ്തൃതിയുടെ 44% ഈ മേഖലയിൽ നിന്നാണ്. എന്താണ്? ഇന്ത്യയുടെ കാപ്പി ഉൽപ്പാദനത്തിൻ്റെ 25%,
തോട്ട വിസ്തൃതിയുടെ 44% ഈ പറഞ്ഞ മേഖലയിൽ നിന്നാണ് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ധാരാളം തേയില തൊഴിലാളികൾ ആവശ്യമായതിനാൽ തേയിലത്തോട്ടങ്ങളിലും അനുബന്ധ വ്യവസായത്തിലുമായി അനവധി തൊഴിലവസരങ്ങൾ ഈ പറയുന്ന പ്രദേശങ്ങളിൽ ലഭ്യമാവുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഇതിൽ നിന്ന് എന്താണ് നമ്മൾ പറയാനുള്ളത്? തേയിലയുടെ ഉൽപ്പാദനം ഈ പറഞ്ഞ ഉപദ്വീപീയ പീഠഭൂമിയിലെ പശ്ചിമഘട്ടത്തിൻ്റെയും നീലഗിരി കുന്നുകളുടെയും ഭാഗമായിട്ട് കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾ വ്യാപിച്ച് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തേയില കൃഷി നടക്കുന്നത് എന്നാണ് നമുക്കിവിടെ പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് കരിമ്പിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളാണ് കൂടുതൽ കരിമ്പ് കൃഷി എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഉത്തർപ്രദേശിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷി ചെയ്യുന്നത്. ഈ പറഞ്ഞ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കരിമ്പ് കൃഷിക്ക് കൂടുതൽ അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണെങ്കിലും ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തും കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. വായിക്കാം. ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് കൂടുതൽ കരിമ്പ് കൃഷി ഉള്ളതെങ്കിലും കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുകൂലമായ കാലാവസ്ഥ ഒരുക്കുന്നത് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്താണ്. ഏറ്റവും അനുകൂലമായ കാലാവസ്ഥ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഡെക്കാൻ പ്രദേശത്ത് കരിമ്പ് കൃഷിക്ക് ഉണ്ട് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഇവിടുത്തെ അനുകൂല ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് വെച്ചാൽ ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത ലാവാ മണ്ണ് കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ ഉഷ്ണമേഖലാ കാലാവസ്ഥയും ദീർഘമായിട്ടുള്ള വിളവെടുപ്പ് കാലവും ഉഷ്ണമേഖലാ കാലാവസ്ഥയും ഇവിടുത്തെ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. ഡെക്കാൻ പീഠഭൂമിയിലെ ലാവാ മണ്ണും ഉഷ്ണമേഖലാ കാലാവസ്ഥയും ദീർഘമായ വിളവെടുപ്പ് കാലവും കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ് എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. അതേപോലെ തന്നെ ഉഷ്ണമേഖലയിൽ വിളയുന്ന കരിമ്പിലെ താരതമ്യേന ഉയർന്ന അളവിലുള്ള സൂക്രോസ് അംശം, അതായത് ഈ പറഞ്ഞ ഉഷ്ണമേഖലയിലാണ് ഈ കരിമ്പിലെ താരതമ്യേന ഉയർന്ന അളവിലുള്ള സൂക്രോസ് അംശവും വിളയുന്നത് എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരുത്തിയാണ്. നമുക്കറിയാം നമ്മുടെ ഡെക്കാൻ ട്രാപ്പ് റീജിയൻസിൽ കാണപ്പെടുന്ന കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽസ് കാണപ്പെടുന്ന ആ ഒരു റീജിയൻസിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കൃഷി ചെയ്യുന്നതാണ് പരുത്തി എന്ന് പറയുന്നത്. പരുത്തി ഒരു ഖാരിഫ് വിളയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. പരുത്തി ഒരു ഖാരിഫ് വിളയാണെങ്കിലും ഉപദ്വീപീയ ഇന്ത്യയിൽ ഒക്ടോബർ മാസത്തോടെ കൃഷി ആരംഭിച്ച് ജനുവരി മുതൽ മെയ് വരെ മാസങ്ങളായി വിളവെടുപ്പ് നടത്തുന്നു. അതായത് ഉപദ്വീപീയ ഇന്ത്യയിൽ പരുത്തി ഒരു ഖാരിഫ് വിളയാണ്. അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തോട് ചേർന്നാണ് ഖാരിഫ് വിളകൾ നമ്മൾ കൃഷി ചെയ്യുന്നത്. പക്ഷേ ആ പറഞ്ഞ ഖാരിഫ് വിളയാണെങ്കിലും പരുത്തി ഒരു ഖാരിഫ് വിളയാണെങ്കിലും ഉപദ്വീപീയ ഇന്ത്യയിൽ ഒക്ടോബർ മാസത്തോടെ കൃഷി ആരംഭിച്ചു. ഉപദ്വീപീയ ഇന്ത്യയിൽ പരുത്തി ഒക്ടോബർ മാസത്തോടെ കൃഷി ആരംഭിക്കുമെന്ന് പറയുന്നു. അതേപോലെ തന്നെ ജനുവരി മുതൽ മെയ് വരെ മാസങ്ങളായി വിളവെടുപ്പ് നടത്തുന്നു എന്നും പറയുന്നു. കാരണം വളർച്ചയുടെ 7 മാസത്തോളം മഞ്ഞുണ്ടാകാൻ പാടില്ല. പരുത്തിയുടെ വളർച്ചയുടെ ആ ഒരു 7 മാസത്തോളം മഞ്ഞ് ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ 21 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 50 സെൻറ്റിമീറ്റർ മുതൽ 100 സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷപാതവുമാണ് പരുത്തി കൃഷിക്ക് ആവശ്യമായ. എത്രയാണ്? 21 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ താപനില. അതോടൊപ്പം തന്നെ 50 മുതൽ 100 സെൻറ്റിമീറ്റർ വാർഷിക വർഷപാതമാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മഴയുടെ ലഭ്യത എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സഹായത്തോടെ പരുത്തി കൃഷി ചെയ്യുന്നു. ഡെക്കാൻ, മാൾവ പീഠഭൂമി പ്രദേശങ്ങളിലെ കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. അതായത് റിഗർ സോയിൽ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എന്ന് വെച്ചാൽ ബ്ലാക്ക് സോയിൽ, കറുത്ത സോയിൽ അല്ലെങ്കിൽ റിഗർ സോയിൽ എന്നാണ് നമ്മൾ പറയേണ്ടത്. അതോടൊപ്പം തന്നെ രാജ്യത്തെ ആകെ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനം ഗുജറാത്തിനാണ്, മഹാരാഷ്ട്രയാണ് 2-ാം സ്ഥാനത്തുള്ളത്. അതായത് പരുത്തി കൃഷിയുടെ ആകെ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനം ഗുജറാത്തിനും 2-ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പരുത്തി ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്തും 2-ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നെക്സ്റ്റ് ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ധാതുക്കളുടെ ആ ഒരു സവിശേഷതകളെ പറ്റിയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം ഏറ്റവും അധികം ധാതു അധിഷ്ഠിത ഖനനങ്ങളും ആ ഒരു ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും നടക്കുന്നത് ധാതു സമ്പന്നമായിട്ടുള്ള ഈ പറഞ്ഞ ഉപദ്വീപീയ പീഠഭൂമിയിലാണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളികളിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതുവിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നു. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപം കാണപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി പ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നു. എന്താണ്? ധാതുക്കളുടെ ഹൃദയഭൂമി എന്നാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ വിശേഷിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളായി വ്യാപിച്ച് കിടക്കുന്ന ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു മേഖല. അപ്പോൾ നമ്മൾ പറഞ്ഞ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപമുള്ള ഉപദ്വീപീയ പീഠഭൂമിയുടെ മേഖല അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപമുള്ളത് ഈ പറഞ്ഞ ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ
കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ ധാരാളം ലോഹധാതുക്കളാൽ സമൃദ്ധമാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി. ഏതൊക്കെയാണ്? കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ നിരവധി ലോഹമായിട്ടുള്ള ധാതുക്കളാൽ സമൃദ്ധമാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ധാതു വിഭവങ്ങളുടെ ലഭ്യതയ്ക്ക് അനുസരിച്ച് ഉപദ്വീപീയ പീഠഭൂമിയെ വിവിധ ധാതു മേഖലകളായി തിരിക്കാം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ധാതു മേഖലകളുടെ അടിസ്ഥാനത്തിൽ. അതായത് നമ്മൾ നേരത്തെ ഉപദ്വീപീയ പീഠഭൂമിയെ ആ ഒരു ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടായിട്ട് ഓൾറെഡി തിരിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണവ? ഡെക്കാൻ പീഠഭൂമിയും മധ്യ ഉന്നത തടം എന്നും പറയുന്നത്. പക്ഷേ ഇവിടെ ധാതു വിഭാഗങ്ങളുടെ ലഭ്യതയ്ക്ക് അനുസരിച്ച് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപങ്ങളുള്ള ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് നമ്മൾ പറഞ്ഞു. ഈ പറഞ്ഞ ധാതു വിഭവങ്ങളുടെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ ഉപദ്വീപീയ പീഠഭൂമിയെ വിവിധ ധാതു മേഖലകളായി തിരിക്കാമെന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ധാതു മേഖലകളാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ പ്രധാനപ്പെട്ട 5ആയിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്താണ് വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം. അതായത് ഛോട്ടാ നാഗ്പൂറിൻ്റെ ആ ഒരു പ്രദേശത്തെയാണ് നമ്മൾ വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം എന്ന് നമ്മൾ പറഞ്ഞത്. ഏറ്റവും വലിയ ധാതു മേഖലയാണ് ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമികൾ. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു ഏറ്റവും കൂടുതൽ ധാതു സമ്പന്നമായിട്ടുള്ള മേഖല ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമികളാണ് നമ്മൾ പറഞ്ഞു. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലായി ഈ മേഖല വ്യാപിച്ചു കിടക്കുന്നു. ജാർഖണ്ഡ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് ഈ പറഞ്ഞ വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം വ്യാപിച്ചു കിടക്കുന്നു. കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, അഭ്രം, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ ധാതുക്കൾ ഈ മേഖലയിൽ ഖനനം ചെയ്യപ്പെടുന്നു. എന്തൊക്കെയാണ്? കൽക്കരി ഖനനം ചെയ്യുന്നു, ഇരുമ്പ് ഖനനം ചെയ്യുന്നു, മാംഗനീസ്, അഭ്രം, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ ധാതുക്കളെല്ലാം ഈ പറഞ്ഞ പ്രദേശത്ത് നിന്നും ഖനനം ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞ ധാതുക്കളാൽ സമ്പന്നമാണ് വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നെക്സ്റ്റ് രണ്ടാമത്തെ ആ ഒരു ധാതുക്കളുടെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വർഗീകരിച്ചു എന്ന് പറഞ്ഞു. ഒന്നാമത്തത് വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം, രണ്ടാമത്തത് മധ്യമേഖല. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. നമുക്കറിയാം SCERT ടെക്സ്റ്റിലെ ചരിത്രമുറങ്ങുന്ന പീഠഭൂമിയുടെ 9ാം ക്ലാസ്സിലെ ജോഗ്രഫി ടെക്സ്റ്റ് അതിൻ്റെ അവസാന ഭാഗങ്ങളാണ് ഈ പറഞ്ഞ ധാതു വിഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചിരിക്കുന്ന ഉപദ്വീപീയ പീഠഭൂമികളുടെ ഭാഗങ്ങളെ പറ്റി പറയുന്നത്. അതാണ് ഇത്. മധ്യമേഖലയാണ് നമ്മൾ രണ്ടാമത് നോക്കുന്നത്. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളായി വ്യാപിച്ചു കിടക്കുന്നു. അതായത് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ആ ഒരു കിടപ്പ് വെച്ച് നോക്കുമ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ആ ഒരു മധ്യഭാഗത്ത് സെൻട്രൽ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവ ഈ സംസ്ഥാനങ്ങളായിട്ടാണ് മധ്യമേഖല കാണപ്പെടുന്നത്. മധ്യമേഖലയിൽ മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, മാർബിൾ, കൽക്കരി, അഭ്രം, ഇരുമ്പയിര്, ഗ്രാഫൈറ്റ് തുടങ്ങിയ ധാതുക്കൾ സുലഭമാണ്. വേറെ ഒന്നുമില്ല, അവിടെ കാണുന്ന അതേ സാധനങ്ങൾ തന്നെയാണ് ഇവിടെയും കാണപ്പെടുന്നത്. പ്രത്യേകിച്ച് വലിയ ഇവിടെ ഈ ഒരു സ്പെഷ്യലായിട്ട് പറയാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല. നേരത്തെ പറഞ്ഞ മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, മാർബിൾ, കൽക്കരി, അഭ്രം, ഇരുമ്പയിര്, ഗ്രാഫൈറ്റ് തുടങ്ങിയ ധാതുക്കളാണ് ഈ പറഞ്ഞ മധ്യമേഖലയിലും കാണപ്പെടുന്നത്. നെക്സ്റ്റ് ദക്ഷിണ മേഖലയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ആ ഒരു സദേൺ സൈഡിലോട്ടാണ് നമ്മൾ വരുന്നത്. ദക്ഷിണ മേഖല കർണാടക പീഠഭൂമിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഈ മേഖലയിൽ, അതായത് കർണാടക പീഠഭൂമിയും തമിഴ്നാട്, അതായത് കർണാടക പീഠഭൂമിയോട് ചേർന്നപ്പെടുന്ന തമിഴ്നാടിൻ്റെ ഭാഗങ്ങളും ഉൾപ്പെടുന്ന ദക്ഷിണ മേഖലയിൽ ഇരുമ്പയിര്, ബോക്സൈറ്റ്, ലിഗ്നൈറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. ലിഗ്നൈറ്റ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ദക്ഷിണ മേഖലയിലാണ്, അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ആ ഒരു മേഖലയിലാണ് ലിഗ്നൈറ്റ് കാണപ്പെടുന്നത്. നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇരുമ്പയിര്, ബോക്സൈറ്റ്, ലിഗ്നൈറ്റ് തുടങ്ങിയ ധാതുക്കളാണ് എവിടെ കാണപ്പെടുന്നത്? ദക്ഷിണ മേഖലയിൽ കാണപ്പെടുന്നത്. ദക്ഷിണ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? കർണാടക പീഠഭൂമിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിൻ്റെ ഭാഗങ്ങളും ഉൾപ്പെടുന്നതാണ് നമ്മുടെ ദക്ഷിണ മേഖല എന്ന് പറയുന്നത്. നെക്സ്റ്റ് അപ്പോൾ ദക്ഷിണ മേഖല കഴിഞ്ഞു. നെക്സ്റ്റ് തെക്ക് പടിഞ്ഞാറൻ മേഖലയാണ്. തെക്ക് പടിഞ്ഞാറൻ മേഖല പടിഞ്ഞാറൻ കർണാടകവും ഗോവയും ചേർന്ന ഈ മേഖലയിൽ ഇരുമ്പയിര്, കളിമണ്ണ് തുടങ്ങിയവയാണ് ധാരാളമായി കാണപ്പെടുന്നത്. തെക്ക് പടിഞ്ഞാറൻ മേഖല നാലാമത്തായിട്ട് നമ്മൾ പഠിക്കുന്നു. ഏതൊക്കെ സ്ഥലങ്ങളാണ്? പടിഞ്ഞാറൻ കർണാടകവും ഗോവയും ചേർന്നതാണ് നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മേഖല. ഏതൊക്കെ? പടിഞ്ഞാറൻ കർണാടകയും ഗോവയും ചേർന്നതാണ് നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മേഖല. അവിടെ പ്രധാനമായിട്ടും ഇരുമ്പയിര്, കളിമണ്ണ് തുടങ്ങിയ ധാതുക്കളാണ് തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നെക്സ്റ്റ് അവസാനമായിട്ട് വടക്ക് പടിഞ്ഞാറൻ മേഖല രാജസ്ഥാനിലെ ആരവല്ലി നിരയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിൻ്റെ ഭാഗങ്ങളിലും
ചേർന്നതാണ് നമ്മുടെ വടക്ക് പടിഞ്ഞാറൻ മേഖല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ആ ഒരു ലൊക്കേഷൻ വെച്ച് ഏറ്റവും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആ പറഞ്ഞ ഗുജറാത്ത്, രാജസ്ഥാൻ ആ ഏരിയയിൽ നിന്നുള്ള പ്രദേശങ്ങളാണ് ഈ പറഞ്ഞ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ആ പ്രദേശങ്ങളെ രാജസ്ഥാനിലെ ആരവല്ലി നിരയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിൻ്റെ ഭാഗങ്ങളുമായിട്ടാണ് ഈ പറഞ്ഞ വടക്ക് പടിഞ്ഞാറൻ മേഖല കാണപ്പെടുന്നത്. ചെമ്പ്, ഈയം, സിങ്ക്, യുറേനിയം, മൈക്ക തുടങ്ങിയവയാണ് ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന ധാതുക്കൾ. ഏതൊക്കെയാണ്? മൈക്ക, യുറേനിയം, സിങ്ക്, ഈയം, ചെമ്പ് തുടങ്ങിയവയാണ് ഈ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ അല്ലെങ്കിൽ ആ ആരവല്ലി പ്രദേശം അല്ലെങ്കിൽ ഗുജറാത്തിൻ്റെ ആ ഒരു റീജിയൻസിൽ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ കാണപ്പെടുന്നത് അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നെക്സ്റ്റ് അവസാനമായിട്ട് നമ്മൾ നോക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലെ ജനജീവിതത്തെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് വായിക്കാം. ഉപദ്വീപീയ പീഠഭൂമിയിൽ മിതമായ ജനസംഖ്യയാണുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനനിബിഡമായ പ്രദേശം ഉത്തര മഹാസമുദ്രം എന്ന് നമ്മൾ പഠിച്ചു. ഉപദ്വീപീയ പീഠഭൂമിയിൽ പക്ഷേ മിതമായ ജനസംഖ്യയാണുള്ളത്. പൊതുവെ കൃഷിയോഗ്യമല്ലാത്ത ഭൂപ്രകൃതിയും വൻകര കാലാവസ്ഥയും കാരണം ആദ്യകാലങ്ങളിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ജനവാസം പരിമിതമായിരുന്നു. കൃഷിയോഗ്യമല്ലാത്ത പ്രദേശമായതിനാൽ ഈ പറഞ്ഞ പ്രദേശങ്ങൾ ആദ്യകാലങ്ങളിൽ അത്ര ജനസംഖ്യ കുറവായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സമതലങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉയരാൻ കാരണം? അവിടെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയും ഭൂപ്രദേശങ്ങളും ആയതുകൊണ്ടാണ് സമതലങ്ങൾ ഏറ്റവും കൂടുതൽ ജനനിബിഡമാവാൻ കാരണം. പക്ഷേ ഉപദ്വീപീയ പീഠഭൂമി കൃഷിക്ക് വളരെ അനുയോജ്യമല്ലാത്ത പ്രദേശവും വരണ്ട കാലാവസ്ഥയുമായിട്ടാണ് ഈ പറഞ്ഞ പ്രദേശങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയിൽ ജനസംഖ്യ ആദ്യകാലങ്ങളിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ജനവാസം പരിമിതമായിരുന്നു എന്ന് പറയുന്നത്. പക്ഷേ പിൽക്കാലത്ത് നമുക്കറിയാം, പിൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ധാതു അധിഷ്ഠിത വ്യവസായങ്ങളൊക്കെ ഉത്ഭവിച്ചത് ഈ പറഞ്ഞ ഉപദ്വീപീയ പീഠഭൂമിയിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ പിൽക്കാലത്ത് ധാതു ഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും റോഡ്, ഗെയിൽ, ഗതാഗത മാർഗ്ഗങ്ങൾ വികസിച്ചതും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുടെ ആവിർഭാവവും ജനങ്ങളെ പീഠഭൂമിയിലേക്ക് അടുപ്പിച്ചു. വേറൊന്നുമല്ല, നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ധാതു സമ്പന്നമായിട്ടുള്ള പ്രദേശമാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി. അത്തരം ധാതു നിക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെ ആ ഒരു ധാതു ഖനന പ്രവർത്തനങ്ങളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തൊഴിലവസരങ്ങളും അതിനോടൊപ്പം തന്നെ കൂടും. അതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്യും. ഈ പറഞ്ഞ ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും അല്ലെങ്കിൽ ധാതു അധിഷ്ഠിത ആക്ടിവിറ്റീസാണ് ഈ പറഞ്ഞ ഉപദ്വീപീയ പീഠഭൂമിയിലേക്ക് ജനസംഖ്യ അല്ലെങ്കിൽ ജനങ്ങളെ കൂടുതൽ അടുപ്പിച്ചത് എന്നാണ് നമ്മൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഓൾറെഡി ഒബ്വിയസ്ലി നമ്മുടെ ഈ പറഞ്ഞ ധാതു അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അവിടെ ആവശ്യം പോലെ തൊഴിലവസരങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ അല്ലെങ്കിൽ വാർത്താവിനിമയം അതേപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലിന് ആവശ്യമുള്ള എല്ലാ ഡെവലപ്മെൻറ്റും അവിടെ ഉണ്ടാവുകയും അത് ഈ പറഞ്ഞ ജനങ്ങളെ ആകർഷിച്ചു. അല്ലെങ്കിൽ ഈ പറഞ്ഞ ധാതു നിക്ഷേപമാണ് അല്ലെങ്കിൽ ഈ ധാതു നിക്ഷേപത്തോടനുബന്ധിച്ചുണ്ടായ ധാതു അധിഷ്ഠിത പ്രവർത്തനങ്ങളാണ് ഉപദ്വീപീയ പീഠഭൂമിയിലേക്ക് ജനവാസം അടുപ്പിച്ച് അല്ലെങ്കിൽ ജനവാസം കൂട്ടാനായിട്ട് സഹായിച്ചത് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. കൂടാതെ ജലസേചനവും സാങ്കേതിക സാധ്യതകളും മുൻനിർത്തിയുള്ള വാണിജ്യ കൃഷി സാധ്യതകളും ഈ പറഞ്ഞ ജനവാസം ഉയരുന്നതിന്, പീഠഭൂമിയിൽ ജനവാസം ഉയരുന്നതിന് കാരണമായി എന്നാണ് പറയുന്നത്. എന്താണ്? ജലസേചനവും സാങ്കേതിക സാധ്യതകളും മുൻനിർത്തിയുള്ള വാണിജ്യ കൃഷി സാധ്യതകളും ഇവിടെ ജനവാസം ഉയരുന്നതിന് കാരണമായി. നമ്മൾ ഓൾറെഡി പഠിച്ചു ധാതു അധിഷ്ഠിത പ്രവർത്തനങ്ങളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ, റോഡ്, റെയിൽ ഗതാഗത സാഹചര്യങ്ങളും ഇവിടെ ജനവാസം ഉയരുന്നതിന് കാരണമായി നമ്മൾ ഓൾറെഡി പഠിച്ചു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ സാങ്കേതിക സാധ്യതകൾ മുൻനിർത്തിയുള്ള വാണിജ്യ കൃഷി സാധ്യതകളും ഇവിടുത്തെ ജനവാസം ഉയർന്നതിന് കാരണമായി എന്നാണ് ഇവിടെ പറഞ്ഞത്. അതോടൊപ്പം തന്നെ സംസ്ഥാന തലസ്ഥാനങ്ങളും ഖനന വ്യവസായ മേഖലകളും കേന്ദ്രീകരിച്ച് വൻ നഗരങ്ങൾ തന്നെ വികസിക്കാനിടയായി. വേറൊന്നുമല്ല, ഈ ധാതു അധിഷ്ഠിതമായിട്ടുള്ള വ്യവസായ പ്രവർത്തനങ്ങൾ കൂടുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ഒരു ഡെവലപ്മെൻറ്റും അവിടെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ സംസ്ഥാന തലസ്ഥാനങ്ങളും ഖനന വ്യവസായ മേഖലകൾ, പ്രത്യേകിച്ച് ആ ധാതു ഖനന വ്യവസായ മേഖലകൾ കേന്ദ്രീകരിച്ച് വൻ നഗരങ്ങൾ തന്നെ വികസിക്കാനിടയായി. ഉപദ്വീപീയ പീഠഭൂമിയിൽ ഈ ധാതു ഖനന വ്യവസായങ്ങളെ അടിസ്ഥാനമാക്കി വൻ നഗരങ്ങൾ തന്നെ വികസിക്കാനിടയായി എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഉപദ്വീപീയ പീഠഭൂമി അല്ലെങ്കിൽ പെൻസുലാർ പ്ലേറ്റ്യൂസും നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. കംപ്ലീറ്റ് പോയിൻറ്റ്സുകൾ, അതായത് NCERT SCERT ചാപ്റ്റേഴ്സിലുള്ള കംപ്ലീറ്റ് പോയിൻറ്റ്സുകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ആ ഒരു ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്ലാസ് നമ്മളിവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത് SCERTയിലെ 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ, അതായത് ഭൗമ ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി ഒരു മേജർ റെഫറൻസ് ആയിട്ട് നമ്മുടെ ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ NCERT 7ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യയും 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യയും ഈ പറഞ്ഞ റെഫറൻസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കറിയാം 2 പാർട്ടുള്ള ക്ലാസ്സിൽ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ റെഫറൻസിൻ്റെ ആ ഒരു
ഈ ഒരു റെഫറൻസിൻ്റെ ഒരു സ്ലൈഡ് വെക്കത്തില്ല. ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമി ആണെങ്കിൽ 2 പാർട്ടാണെങ്കിൽ രണ്ടാമത്തെ പാർട്ട്, അതായത് ഉപദ്വീപീയ പീഠഭൂമി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു റെഫറൻസ് ആഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും റെഫറൻസാണ് നമ്മൾ ഈ പറഞ്ഞ ഉപദ്വീപീയ പീഠഭൂമിയുടെ ആ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉപദ്വീപീയ പീഠഭൂമി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉത്തരപർവ്വത മേഖല, നോർത്തേൺ മൗണ്ടൻസ് നമ്മൾ കഴിഞ്ഞു, ഉത്തര മഹാസമുദ്രം, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് നമ്മൾ കഴിഞ്ഞു, ഉപദ്വീപീയ പീഠഭൂമി, പെനിൻസുലാർ പ്ലേറ്റ്യൂസും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത്. സോ നിങ്ങൾ പഠിത്തം കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ താങ്ക്